السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله. أما بعد. ഏറ്റവും ആദരവും ബഹുമാനവുമുള്ള നമ്മുടെ ജമാഅത്തിൻ്റെ പ്രിയങ്കരനായ ഖത്തീബ് അസ്ഹരി ഉസ്താദ് അവറുകളെ, ബഹുമാനപ്പെട്ട അനീസ് കൗസരി ഉസ്താദ്, അർഷദി ഉസ്താദ്, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി അക്കാഡമിയുടെ പ്രഗത്ഭനായ ഉസ്താദ് ഹൈത്തമി ഉസ്താദ് അടക്കമുള്ള ഉലമാക്കളെ, ഇറ ഖാദർ ഹാജി അടക്കമുള്ള ജമാഅത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി അടക്കമുള്ള പ്രഗത്ഭരായ നേതാക്കളെ, സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സഹോദരന്മാരെ, ഉമ്മ പെങ്ങന്മാരായ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറയായ അറിവ് നുകർന്നു കൊടുക്കാനുള്ള ഒരു കേന്ദ്രത്തിൻ്റെ ഒരു മദ്രസക്ക് സയ്യിദുൽ ഉലമ തറക്കല്ലിടാൻ, അതിന് സാക്ഷ്യം വഹിക്കാൻ നമുക്കിന്ന് സാധിച്ചു. അൽഹംദുലില്ലാ. വളരെ ആവേശഭരിതരായി അതിന് വേണ്ടി നമ്മുടെ ഖത്തീബ് ഉസ്താദ്, ജമാഅത്ത് കമ്മിറ്റിക്കാരും ഈ നാട്ടുകാരും ശ്രമം നടത്തുകയും നല്ലവരായി നാട്ടിലുള്ള ജനങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി സംഖ്യകളൊക്കെ വാഗ്ദാനം നൽകുകയും ചെയ്തു. വാഗ്ദാനം നൽകിയവർക്ക് പെട്ടെന്ന് അതെല്ലാം കൊടുത്തു തീർക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാഗ്ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിശാല മനസ്സോടുകൂടെ നല്ല വാഗ്ദാനങ്ങളൊക്കെ ചെയ്യാനും സംഭാവനകൾ നൽകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതൊരു നാട്ടിലും ഏറ്റവും സുപ്രധാനമായി നിലവിൽ വരേണ്ടത് മദ്രസയാണ്. പലയിടങ്ങളിലും ആദ്യം മദ്രസയാണ് നിർമ്മിക്കുന്നത്, പിന്നെയാണ് പള്ളിയൊക്കെ നിർമ്മിക്കുന്നത്. ഇൽമ് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു മദ്രസ ഒരു നാട്ടിൽ വളരെ അനിവാര്യമാണ്. റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് നമ്മുടെ നാടുകളിലെല്ലാം ഇതര ചുറ്റുപാടുകളിലും വളരെ മനോഹരമായ ലക്ഷങ്ങളല്ല കോടികളൊക്കെ മുടക്കി നിർമ്മിച്ച മനോഹരമായ മദ്രസ കെട്ടിടങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഈശ്വരമംഗലയിൽ 1 കോടിയുടെ ഒരു മദ്രസയാണ് നിർമ്മിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് നിർമ്മിക്കുവാനും പെട്ടെന്ന് ജോലി പൂർത്തിയാക്കുവാനും തൗഫീഖ് നൽകട്ടെ. നാം ചെയ്യുന്ന സദഖകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സദഖ ഇൽമിനിക്ക് വേണ്ടി ചെലവഴിക്കുന്നതാണ്.
1 കൊടുത്താൽ 10 കൂലിയും 70ഉം 700ഉം ഇങ്ങനെയൊക്കെ ലഭിക്കുന്ന പ്രതിഫലങ്ങളുണ്ട്. അതിൽ ഉമ്മ ബാപ്പാക്ക് കൊടുത്താൽ 1-ന് 1000 കൂലിയാണ്. എന്നാൽ ഇൽമ് പഠിക്കുന്നവർക്ക് ചെലവഴിക്കുന്നതിന് 1-ന് 1,00,000 പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുക എന്ന് സുയൂത്തി ഇമാമത്തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 1,00,000 ഉമ്മ ബാപ്പാക്ക് കൊടുത്താൽ 1000 കൂലി സവാബുകൾ ലഭിക്കും. എന്നാൽ അതിനേക്കാളും കൂടുതലായി ലഭിക്കുന്ന ഒന്നാണ് 1,00,000 പ്രതിഫലം. ഇന്ന് ഈ സംഭാവന ചെയ്തവരൊക്കെ ഇൽമു പഠിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വാഗ്ദാനങ്ങളൊക്കെ ചെയ്തത്. ഇതിന് 1,00,000 1-ന് 1,00,000 എങ്കിൽ 5000, 50,000, 1,00,000, 5,00,000 കൊടുത്തവർക്ക് എത്ര ലക്ഷങ്ങളായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ, അത്തരത്തിലുള്ള പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ഇൽമു പഠിക്കാൻ വേണ്ടി വരുന്ന ഒരു വിദ്യാർത്ഥി, ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി വരുന്നൊരു ഉസ്താദ്, അവരുടെ സ്ഥാനം എന്തെന്നറിയുമോ? അവരുടെ മഹത്വം എന്തെന്നറിയുമോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖറജ ലിയതഅല്ലമ ഇൽമൻ ഔ ലിയുഅല്ലിമഹു കഅന്നഹു കൽ മുജാഹിദി ഫീ സബീലില്ലാഹി റജാ ഗാനിമാ ഖാല റസൂലുള്ളാഹി. പോണ്ട ഞങ്ങൾക്ക് ദ്വാരക്കാവ് കുറച്ചും പറഞ്ഞു. മൻ തഅല്ലമ മൻ ഖറജ ലിയതഅല്ലമ ഇൽമൻ, ഇൽമ പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ, ഇൽമ പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്ത് വന്നാൽ, ഔ ലിയുഅല്ലിമഹു അല്ലെങ്കിൽ ഇൽമിനെ പഠിപ്പിക്കാൻ വേണ്ടി ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യനിക്ക് അല്ലാഹു നൽകുന്ന പദവി എന്തെന്നറിയുമോ? കന്നഹു കൽ മുജാഹിദി ഫീ സബീലില്ലാഹി റജാ ഗാനിമാ. അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ വിജയിച്ചിട്ട് ശത്രുക്കളുടെ കയ്യിൽ നിന്നിട്ട് കിട്ടുന്ന അവരുടെ ഒട്ടകങ്ങളും ആയുധങ്ങളും മുതലുകളുമായി ഗനീമത്ത് സ്വത്തായി തിരിച്ചു പോകുന്ന മനുഷ്യനിക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്ര വലുതാണോ
ആ നിലക്കാണ്, ആ സ്ഥാനമാണ് ഇവനിക്കുള്ളത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇൽമു പഠിക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ, നമ്മുടെ മക്കള് വീട്ടിൽ നിന്നിറങ്ങി മദ്രസയിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ഉസ്താദ് പഠിപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ വാല് കേൾക്കാൻ വേണ്ടി വന്ന് നിങ്ങൾ വാല് കേട്ട് തിരിച്ചു പോകുമ്പോൾ, നിങ്ങൾക്കുള്ള നമുക്കുള്ള സ്ഥാനം എന്തെന്നറിയുമോ? കന്നഹു കൽ മുജാഹിദി ഫീ സബീലില്ലാഹി റജാ ഗാനിമാ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്തിട്ട് ഗനീമത്ത് സ്വത്തുകളുമായിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയ ബദരീങ്ങളുണ്ടല്ലോ, ആ ബദരീങ്ങൾക്ക് അല്ലാഹു നൽകിയ പ്രതിഫലം എത്ര വലുതാണോ, ആ സ്ഥാനമാണ് ഇവനിക്കുള്ളത് മുഹമ്മദ് മുസ്തഫ. യുദ്ധം ചെയ്യാതെ തന്നെ ഒരു സഹാബിക്ക് കിട്ടിയ സ്ഥാനം, ഒരു യോദ്ധാവിനിക്ക് കിട്ടിയ സ്ഥാനം, ഒന്ന് അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള കൂലി സവാബ്, മറ്റൊന്ന് യുദ്ധത്തിൽ കിട്ടിയ ഗനീമത്ത് സ്വത്ത്. ഈ രണ്ടുമായിട്ട് തിരിച്ചു പോകുന്ന മനുഷ്യൻ അവനിക്കുള്ള പദവിയാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ പദവി കരസ്ഥമാക്കാൻ വേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ ദൈനംദിനം വന്നിട്ട് ഒരു 10 കൊല്ലം നമ്മുടെ മദ്രസയിൽ പഠിച്ചിട്ട് അത്ര കാലം അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് പഠിച്ച് തിരിച്ചു പോകുമ്പോൾ അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്ര വലുതായിരിക്കും. അവർക്കങ്ങനെ പഠിക്കാനുള്ളൊരു അവസരവും ഒരു സ്ഥലവും ഒരു കെട്ടിടവും ഉണ്ടാക്കി കൊടുത്ത മനുഷ്യന്മാരല്ല വിടുവോ? അതിനേക്കാളും വലിയ പ്രതിഫലം അല്ലാഹു കൊടുക്കൂലേ? തീർച്ചയായും അല്ലാഹു കൊടുക്കും, യാതൊരു സംശയവുമില്ല. ഇൽമിന്റെ അഹ്ലികാർക്ക് ചെലവഴിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? യാ ലൈതനീ വയഖൂലുൽ കാഫിറു യാ ലൈതനീ കുന്തു തുറാബാ. തുറാബിനിക്ക് 2 മാന അവിടെ. ഒന്ന് മണ്ണ് എന്നാണ്, ഞാൻ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സത്യനിഷേധി നാളെ മഹ്ശറിൽ ആശിക്കും, ഞാൻ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പിന്നെ ഒരർത്ഥം, ഒരു തുറാബ് എന്നൊരു രാജാവ് ഉണ്ടായിനാലോ, തുറാബ് രാജാവ്. ഈ മനുഷ്യൻ ഒരു ദിവസം വഴിയിൽ നടന്നുകൊണ്ട് പോകുമ്പോൾ ഒരു വിദ്യാർത്ഥി കരയുന്നുണ്ട്. എന്താ മോനെ കരയുന്നത്? ഞാൻ മദ്രസയിൽ പഠിക്കുന്ന ആൾ, എനിക്ക് എഴുതാൻ പുസ്തകമില്ല, എഴുതാൻ പേനയില്ല എന്ന് പറഞ്ഞു. അപ്പം അയാളൊരു എഴുതാനുള്ളൊരു പുസ്തകവും ഒരു പേനയും ആ വിദ്യാർത്ഥിക്ക് വാങ്ങിക്കൊടുത്തു. ആ ഒരൊറ്റ കാരണത്താൽ ആ തുറാബ് രാജാവിനിക്ക് അല്ലാഹു നാളെ മഹ്ശറിൽ കൊടുക്കുന്ന ആ പ്രതിഫലം കാണുമ്പോൾ വയഖൂലുൽ കാഫിറു യാ ലൈതനീ കുന്തു തുറാബാ. ഞാനും തുറാബ് രാജാവിനെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നോ. മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പേനകളും പുസ്തകങ്ങളും ഞാനും വാങ്ങി കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്ന് ഒരു കാഫിറായ മനുഷ്യനെ പോലും ആശിച്ചു പോകുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. ഇതൊരർത്ഥം, അങ്ങനെയും ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പൊ ഇന്നിപ്പോ 5 ലക്ഷവും 2 ലക്ഷവും 1 ലക്ഷവും 50,000 ഇത് 5000 കല്ലും പൂഴിയും മറ്റൊക്കെ കൊടുത്തവർക്ക് നാളെ സ്വർഗത്തിൽ വലിയ വലിയ ഗോപുരങ്ങളും കെട്ടിടങ്ങളും മനോഹരമായ ഭവനങ്ങൾ അല്ലാഹു നൽകുമ്പോൾ കൊടുക്കാത്തവർ അവിടെ പറഞ്ഞു പോകും, യാ ലൈതനീ കുന്തു മിസ്ലഹു,
ഞാനും ആചാർച്ചനെ പോലെ 5 ലക്ഷം കൊടുത്തിരുന്നെങ്കിലേരേ, ഞാനും 1 ലക്ഷം കൊടുത്തിരുന്നെങ്കിൽ, ഞാനും 50,000 കൊടുത്തിരുന്നെങ്കിൽ, ഞാനും 1 ലോഡ് ജല്ല് കൊടുത്തിരുന്നെങ്കിലേനെ എന്ന് ഓനും ആശിച്ചു പോകുന്ന അവസ്ഥ വരും. അത്രയും വലിയ പദവിയാണ് അള്ളാഹു നാളെ ഇവർക്ക് കൊടുക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവൻ്റെ ആവത് പോലെ കൊടുക്കണം. ഞങ്ങൾക്ക് ഈ ബദരീങ്ങളെപ്പോലെ ദീനിന് വേണ്ടി മരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലേ? കഴിഞ്ഞിട്ടില്ല. ബദരീങ്ങള്, ഉഹദീങ്ങള്, ഖന്തഖീങ്ങള്, ഖൈബരീങ്ങള്, തബൂക്കീങ്ങള് ഇവരൊക്കെ പോയിട്ട് എത്ര ലക്ഷക്കണക്കിലുള്ള സഹാബത്തല്ലേ മരിച്ചിന്. എന്നാൽ അവർ ദീനിന് വേണ്ടി മരിച്ചു എങ്കിൽ എനിക്കും നിങ്ങൾക്കും ദീനിന് വേണ്ടി ജീവിക്കാനാണെങ്കിലും സാധിക്കണം. മരിക്കാനല്ല, ദീനിന് വേണ്ടി ജീവിക്കാനാണെങ്കിലും കഴിയും, അല്ലേ? ജീവിക്കുന്നത് ദീനിന് വേണ്ടിയാകണം. അത് നമ്മെ കൊണ്ട് കഴിയണം. ദീനിന് വേണ്ടി ജീവിക്കണം. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നah. മുഅ്മിനീങ്ങളുടെ ശരീരങ്ങളും മുതലുകളും അല്ലാഹു വിലക്ക് വാങ്ങിയിട്ടുണ്ട്. മുഅ്മിനിന്റെ ശരീരം അല്ലാഹുക്കുള്ളതാണ്, മുഅ്മിനിന്റെ മുതല് അല്ലാഹുവിനുള്ളതാണ്. അതിന് പകരം അല്ലാഹു അത് വിലക്ക് വാങ്ങി അല്ലാഹു പകരമായിട്ട് കൊടുക്കുന്നത് എന്ത്? ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗമാണ് അവർക്ക് അല്ലാഹു അതിന് വില കൊടുക്കുന്നത്. ഖാലല്ലാഹു അസ്സ വജൽ. ഇത് ഖുർആനാണ്, ഇത് കളവാവൂല. നിന്റെ സമ്പത്ത് അല്ലാഹുവിനുള്ളതാണ്, നിന്റെ ശരീരം അല്ലാഹുവിനുള്ളതാണ്. ദീനിന് വേണ്ടിയാണ് നിന്റെ ശരീരത്തിനെ നീ വിനിയോഗിക്കേണ്ടത്. നിന്റെ മുതലിനെ ദീനിന് വേണ്ടി നീ ഉപയോഗിക്കണം. എന്നാൽ അല്ല വിലക്ക് വാങ്ങുന്നു. നിന്റെ തടിനെയും നിന്റെ മുതലിനെയും വിലയായിട്ട് അല്ലാഹു നൽകുന്നത് സ്വർഗമാണ്. സ്വർഗം എന്ന് പറയുമ്പോൾ ഞാൻ നിർത്താൻ വേണ്ടി പോകുന്നു. ഏത് സ്വർഗം? ആ സ്വർഗത്തിന്റെ 1 തരി മണ്ണ് നിന്റെ വിരൽ കുത്തിയാൽ വിരൽ കുടിയിൽ പറ്റി പിടിക്കുന്ന 1 തരി സ്വർഗത്തിന്റെ മണ്ണ്, സ്വർഗത്തിന്റെ തോട്ടത്തിന്റെ മണ്ണ് വിലക്ക് വാങ്ങാൻ ഈ ദുനിയാവ് മുഴുവനും വിറ്റിയിട്ട് കിട്ടുന്ന കാശ് കൊടുത്താൽ അത് മേടിക്കാൻ കഴിയില്ല. അത്രയും വിലപ്പെട്ടതാണ് സ്വർഗം. ആ സ്വർഗമാണ് ഈ മനുഷ്യർക്ക് അല്ലാഹു തആല നൽകുന്നത്. സബഉ യജ്രി ലിൽ അബ്ദി ബഅദ മൗതി മൻ തഅല്ലമ ഇൽമൻ ഔ ഖറാ നഹ്റൻ ഔ ഹഫറ ബീറൻ ഔ ഖറസ നഖലൻ ഔ ബനാ മസ്ജിദൻ ഔ വറസ മുസ്ഹഫൻ ഔ തറക വലദൻ സാലിഹൻ യദ്ഉ ലഹു ബഅദ മൗതിഹി. ഖാല റസൂലുള്ളാഹി. 7 കാര്യം ഓന് മരിച്ചു കഴിഞ്ഞാലും ഓന്റെ ഖബറിലേക്ക് ജാരിയായ സദഖ മുഹമ്മദ് മുസ്തഫ. എത്ര? 7 മരിച്ചെങ്കിലും ഓന്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ കൂലി ഇതിനെ എടുക്കാൻ ആരും തയ്യാറില്ല. മുഖ്യമന്ത്രിന്റെ ഫണ്ട് 5,000 രൂപ കിട്ടുന്നെങ്കിൽ 10 വട്ടം ഓൻ നടക്കുക MLA കാണാൻ, അല്ലേ? 1 ചാക്ക് വളം കിട്ടുന്നതെന്ന് കണ്ടെങ്കിൽ ഒരു 50 കുറി വേണമെങ്കിലും പഞ്ചായത്തിലേക്ക് പോവാം ഇത് എടുക്കാൻ വേണ്ടി. എത്ര വട്ടം മുഖ്യമന്ത്രി വന്നിട്ട് ജനസമ്പർക്കം നടത്തുന്ന പൈസ കൊടുക്കുന്നതാണെങ്കിൽ 3 ദിവസം പോയിട്ട് സുബൈക്ക് പോയിട്ട് അസുർ 3 ദിവസം കാത്തു നിൽക്കുന്നത്. എന്നാൽ അല്ലാഹു നിന്ദിക്ക് നൽകുന്ന നിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് എടുക്കാൻ നീയും ഞാനും തയ്യാറാക്കുന്നില്ല. 7 മരിച്ചു കഴിഞ്ഞാലും ഖബറിലേക്ക് ജാരിയായ സദഖ മുഹമ്മദ് മുസ്തഫ. സലാത്ത് വറക്കെ പറയും മുഹമ്മദ് മുസ്തഫ. മൻ തഅല്ലമ ഇൽമൻ, ഒരാള് പഠിച്ച ഇൽമ് അയാളെ മരിച്ചു കഴിഞ്ഞാലും അത് ഖബറിലേക്ക് ജാരിയായ സദഖയാണ്. പഠിച്ചത് മാത്രല്ല, പഠിപ്പിച്ച് കൊടുത്തതും ജാരിയായ സദഖ. നീ ഒരു മദ്രസ കെട്ടി
ഒരു വിദ്യാർത്ഥിക്ക് പഠിക്കാൻ സൗകര്യമുണ്ടാക്കി, എന്നാൽ നിന്റെ ഖബറിലേക്ക് അത് ജാരിയായ സദഖ. ഔ ഖറാൻ നഹ്റൻ, പുഴന്ന് ഒരു കൈത്തോടുണ്ടാക്കി ജനങ്ങൾക്ക് വെള്ളത്തിന് വേണ്ടി, വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കൈത്തോടുണ്ടാക്കിയിട്ട് കൊടുത്ത്, എന്നാലും നീ മരിച്ചു കഴിഞ്ഞാലും അതിൽ നിന്ന് മനുഷ്യന്മാരും മൃഗങ്ങളും വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നിന്റെ ഖബറിലേക്ക് ജാരിയായ സദഖ മുഹമ്മദ് മുസ്തഫ. ഔ ഹഫറ ബീറാ, ഒരു ബോറിട്ട് നീ കൊടുത്താൽ, ഒരു കിണർ കുടിച്ചു കൊടുത്താൽ അതും നിന്റെ ഖബറിലേക്ക് നിനക്ക് ജാരിയായ സദഖയാണ് മുഹമ്മദ് മുസ്തഫ. ഔ ഖറസ നഖലൻ, നീ ഒരു മരം നട്ടുപിടിപ്പിച്ച് ജനങ്ങൾക്ക് തണൽ കൊള്ളാൻ വേണ്ടി, എന്നാൽ അതും നിനക്ക് ജാരിയായ സദഖ മുഹമ്മദ് മുസ്തഫ. ഔ ബനാ മസ്ജിദൻ, അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിച്ചു, പള്ളി കെട്ടാൻ സഹായിച്ചു, എന്നാലും ഒരു ജാരിയായ സദഖ മുഹമ്മദ് മുസ്തഫ. എത്രയായി? എണ്ണീന? 5. ഔ വറസ മുസ്ഹഫൻ, ജീവിതത്തിൽ ഓതിയ ഒരു മുസ്ഹഫ് മക്കൾക്ക് അനന്തരമായിട്ട് ഉപേക്ഷിച്ചാൽ ആ മുസ്ഹഫ് ഓനി വിട്ടേച്ചിട്ടാണ് മരിച്ചു പോകുന്നത് എങ്കിൽ അതും ജാരിയായ സദഖ മുഹമ്മദ് മുസ്തഫ. അത് കിടാക്കൾക്ക് മുസാഫ് എടുത്ത് വാങ്ങിക്കൊടുത്തു, മദ്രസന്റെ കിടാക്കൾക്ക് എല്ലാം ജാരിയായ സദഖ തന്നെ. ഔ തറക വലദൻ സാലിഹൻ യദ്ഉ ലഹു ബഅദ മൗതി, ഒരു സാലിയായ മകനെ വിട്ടേച്ചു പോയി. ഒരു മോനുണ്ട്, സാലിയായ മോന്. ആ മോന് ബാപ്പാക്ക് ദ്വാരക്കുന്നു, ഉമ്മാക്ക് ദ്വാരക്കുന്നു. ആ മകനുണ്ടല്ലോ, ആ മകന്റെ ദ്വാ ബാപ്പാന്റെ ഉമ്മാന്റെ ഖബറിലേക്ക് ജാരിയായ സദഖ മുഹമ്മദ് മുസ്തഫ. ഇങ്ങനത്തെ ജാരിയായ സദഖ ഇതിൽപ്പെട്ടതാണ് ഈ മദ്രസ എന്ന് പറയുന്നത്. ഞങ്ങളിൽ എന്ത് സംഭാവന, മക്കത്ത് കുളോക്കൊട്ട് അവർ കണ്ടിട്ടില്ലേ? കണ്ടിനാ? ഉംറക്ക് ഹജ്ജിന് പോയിട്ട് അതിൽ ബോർഡ് കണ്ടിനാ? വഖഫ ഔലാദ് ഫഹദിൻ, അല്ലെങ്കിൽ വഖഫ മലികു ഫഹദിൻ, വഖഫ മലികു അബ്ദുള്ള, വഖഫ മലികു ഔലാദ് മലിക് അബ്ദുൽ അസീസ്. അറബികൾ ഏറ്റവും വലിയ ഇബാദത്താണ് എന്ത്? വഖഫ്. നിങ്ങൾ സൗദിയിൽ മൊത്തം നടന്നു നോക്ക്, അവർ വഖഫ് ചെയ്ത് കോടാന് കണക്കിൽ അവർ സമ്പത്ത് വഖഫ് ചെയ്ത് പള്ളിക്ക്, മദ്രസക്ക്, യതീംഖാനകൾക്ക്, നല്ല പടിക്ക് കോടിയാണ് അവർ വഖഫ് ചെയ്തത്. ഞങ്ങളുടെ നാട്ടിൽ 1000 തെങ്ങുള്ള ഒരു തെങ്ങ് വിടണമെന്നുണ്ട് സെക്രട്ടറി പോയിനിട്ട് ഒരു പോണ്ടി വരുന്നു എൻ്റെ പോരക്ക്. ഒരു തെങ്ങ് പോയിട്ട് എൻ്റെ ചെരുപ്പ് താഴ്ചയൊക്കെ മതി അവരും കൊടുത്തരല്ല. നോക്കി അറബികൾക്ക് എന്തുകൊണ്ടല്ല ബർക്കത്ത് ചെയ്ത്, എന്തുകൊണ്ട് ബർക്കത്ത് ചെയ്ത്? എന്ത് അറബികൾ സമ്പത്ത്, എത്ര കൊറോണ വന്നിട്ട് ഓര് തകർന്നിട്ടില്ലല്ലേ? ഓർക്ക് ഒരു ക്ഷീണവും പറ്റിയിട്ടില്ല, ഒരു ക്ഷീണവും ഓർക്ക് പറ്റിയിട്ടില്ല. 1986 ഞാൻ ഹജ്ജിന് പോയി. അപ്പോൾ കപ്പലിൽ പോയി. അപ്പോൾ ലാസ്റ്റ് കപ്പൽ അക്ബർ കപ്പൽ, എനിക്ക് 21 വയസ്സാണ്. ആ സമയത്ത് ഞങ്ങൾ ഹജ്ജിന് പോയപ്പോൾ കണ്ട് ആ മക്കം മദീന അല്ല ഇപ്പോൾ പോയെങ്കിൽ എല്ലാം വേറെ തന്നെ എന്താക്കി വെച്ചനാടല്ലോ. ഒരു ദിവസമാണ് ആ സംസം വെള്ളം കുടിക്കുന്ന ആ ഗ്ലാസ് ഉണ്ടല്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ, ആ ഗ്ലാസ് എത്ര ലക്ഷക്കണക്കിന് ഗ്ലാസ്, അതിനെത്ര പൈസ വേണ്ടി വരും? ഒരുത്തം കുടിച്ചത് പോയില്ലേ, പിന്നെ വേറെ തന്നെയല്ലേ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. എന്നിട്ട് ഒരു ബക്കറ്റ് ഉണ്ട്, ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും കായബായനെങ്കിൽ അവിടെ റിസീറ്റ് വെച്ചിട്ട് കെട്ടിയാൽ ബക്കറ്റും റിസീറ്റും അല്ലോ. ആ സങ്കടം എൻ്റെ വേറെ ഈ സങ്കടം. അല്ല, 1 ഉറുപ്പിൻ്റെ പൈസ ഞങ്ങൾക്ക് ഇങ്ങോട്ടല്ലാതെ ഭക്ഷണത്തിൻ്റെ പൊതിയല്ലോ എന്തില്ല. എന്തുകൊണ്ടാണ് അവർക്ക് അല്ലാഹു തആല സമ്പത്തിനെ നിലനിർത്തി കൊടുത്തത്?
ഖൈബർ യുദ്ധത്തിൽ കിട്ടിയ ഭൂമിനെ ആദ്യമായിട്ട് വഖഫ് ചെയ്തു. അല്ലാഹുവിന്റെ ഫീ സബീലിൽ ആരി ഉമർ ഇബ്നുൽ ഖത്താബ്. അന്ന് നിലവിൽ വന്ന ഈ വഖഫ് ഉണ്ടല്ലോ, ഇന്ന് വരേക്കും അറബുകളിൽ നടന്നു വരുന്നു ഈ വഖഫ്. വലിയ വലിയ രാജാക്കന്മാർ കുളോക്കോട്ട് അവർ എല്ലാം ഉണ്ടായിന്, എല്ലാം വഖഫ് ചെയ്തിട്ട് തന്നെ, എല്ലാം വഖഫ് തന്നെ. ഓരോരുത്തരും ഞങ്ങൾക്ക് ഒരു റൂം എടുക്കാൻ എത്ര പ്രയാസമുണ്ട്. ഞങ്ങൾ ഉണ്ടായിട്ട് കൊടുക്കാത്ത ആൾ എത്രയോ ഉണ്ട്. കുറേ സമ്പത്ത് ഒരാൾ കൂട്ടി വെക്കുന്നു, ആക്കിയിട്ട് വെച്ചിട്ട് ലാസ്റ്റ് മരിച്ചിട്ട് പോകുന്നു. എന്തുമില്ല, മനസ്സിലായില്ലേ? എന്തുമില്ല. പിന്നെ മക്കൾക്ക് ആർക്കും ഓൻ എന്തുണ്ട്, ഓന് എന്തെങ്കിലും കൊടുത്തിരുന്ന് കണ്ടെങ്കിൽ ഓനക്ക് അതുണ്ടാവട്ടെ ഖബറിലേക്കും ആഖിറത്തിനും. അപ്പം അറബികൾ ഏറ്റവും വലിയ അള്ളാഹു അവർക്ക് നിഅമത്ത് നിലനിർത്തി കൊടുത്തത് ആ വഖഫാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ വഖഫ് എന്ന് പറയുന്ന ഒന്നിപ്പോൾ അസ്തമിച്ചോണ്ട് പോയി ഇല്ല. അപ്പോൾ അതെല്ലാം ജാരിയായ സദഖയാണ് ആ വഖഫ്. ഒരാൾ വഖഫ് ചെയ്യുന്നു ബാപ്പാന്റെ പേരിൽ, മരിച്ച ബാപ്പാന്റെ പേരിൽ, എന്നാൽ വഖഫ് ചെയ്ത ആൾക്കും ജാരിയായ സദഖ. ആരുമേലാണോ വഖഫ് ചെയ്തത് അയാൾക്കും ജാരിയായ സദഖ, രണ്ടാൾക്കും കിട്ടുമെന്നാണ്. ഡബിൾ. നിങ്ങൾ വിചാരിക്കേണ്ട ബാപ്പാക്ക് മാത്രം അല്ല, ഓനിക്കും കിട്ടി. മാഷാ അല്ലാഹ്. അപ്പോൾ ഇപ്പോൾ ഈട് നോക്കുമ്പോഴേക്ക് എന്തോ ഒരു പ്രത്യേകത. ഞാൻ നിരിച്ചിന് ഈടെല്ലോ ഞങ്ങൾ ഈടക്കെല്ലാം സ്ഥാപനത്തിന് പിരിവിന് വന്നിട്ടേലും ഞാൻ ചില പാപ്പത്തിൻ്റെ നാട് ഇപ്പം എല്ലാം അറിഞ്ഞ് എല്ലാം 5, 10 കൊടുക്കുന്നവരുണ്ട് ഇവിടെ. ഇനി വരെ ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് അള്ളാഹു നിലനിർത്തട്ടെ. ഇനും കൊടുക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇപ്പം നോക്കുമ്പോൾ എല്ലാവരിലും പൈസയുണ്ട്, അള്ളാഹു ഉള്ളത് കൊണ്ടല്ലേ തരുന്നത്. ഞങ്ങൾ മുസ്ലിമീങ്ങൾ അള്ളാഹ് ചെയ്ത് വലിയ നിഅമത്ത്. ഞങ്ങളെപ്പോലെ ആരും നല്ല രീതിക്ക് ചിലവഴിക്കല. ലോകത്ത് എത്ര മതസ്ഥരുണ്ടെങ്കിലും മുസ്ലിമീങ്ങൾ ഇറങ്ങിയാൽ ഒരു കാര്യം അത് പൂർത്തിയാക്കും. ഈ ഇന്ത്യ രാജ്യത്ത് എന്താണ് ഞങ്ങൾ ന്യൂനപക്ഷ പക്കം ഞങ്ങൾക്കുള്ള കോടികളുടെ മദ്രസകളും കോടികളുടെ പള്ളികളും എന്ത് മനോഹരമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുന്നു. എന്ത് നമ്മുടെ സമ്പന്നർ, ഗൾഫ് രാജ്യത്തിലുള്ള ആൾക്കാർ, അവർ ആ ഗൾഫ് രാജ്യത്തിലുള്ള സഹോദരന്മാർ അവരെല്ലാം ചെയ്തതല്ലേ ഞങ്ങളുടെ നാട്ടിൽ. ഇത് ഇത്ര കോളേജുകൾ എത്രയുണ്ട് ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ? എത്ര കോളേജുണ്ട്? 300-400 വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ഏത് പൈസ ഇത്? എല്ലാം നിങ്ങൾ ഗൾഫിലുള്ള സഹോദരന്മാരും നിങ്ങളൊക്കെ തന്നിട്ടാണ് നടക്കുന്നത്. ഞങ്ങൾ ഹൈത്തമി ഉസ്താദ് ഞങ്ങൾ കോളേജിൻ്റെ നല്ല മൊയിലാറാണ്, നല്ല കിതാബ് അറിയോടെ ദർശനത്തിന് പെരുവരെ കിതാബ് 30 എല്ലാം ഉള്ളു. അവിടെ 500ഓളം വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ കോളേജിൽ. ഇന്നും വന്ന് നിങ്ങൾ നോക്കി എന്ത് മനോഹരമായൊരു ക്യാമ്പസാണ്. കണ്ടോരെല്ലാം അത്ഭുതപ്പെടുന്നുണ്ട്. 270 പെൺകുട്ടികളുണ്ട് അവിടെ പഠിക്കുന്നത്, വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. മറ്റാൺകുട്ടികളും 500ഓളം 45ഓളം ഉസ്താദന്മാരുണ്ട്. മാസത്തിൽ 16 ലക്ഷത്തോളം ചെലവുണ്ട്. ആരി നിങ്ങൾ തന്നിട്ടാണ്, ഞങ്ങളല്ല, നിങ്ങൾ തന്നിട്ട്. നിങ്ങൾ 50, 100, 1000, 2000, 10,000, 50,000 ലക്ഷം ഇതൊക്കെ തന്നിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ എന്തില്ല. ഞങ്ങൾ ഇൽമിനെ ചെലവഴിക്കുമ്പോൾ നിങ്ങളെ മാലിനെ ചെലവഴിക്കും. അപ്പം അതുകൊണ്ട് ദീനി നിലനിൽക്കൂ. ദീനുൽ ഇസ്ലാം നിലനിൽക്കണം ഖിയാമത്ത് നാൾ വരേക്കും. അതിന് മദ്രസയാണ് ഏറ്റവും അനിവാര്യമായത്. അതുകൊണ്ടല്ലേ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മദ്രസയാണ് ഭീകരതയുടെ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നത്. അതിനെ പൊളിച്ചെന്ന് കണ്ട് ഇല്ലാണ്ടാക്കിയെങ്കിൽ ഇവിടെ എന്തുണ്ടാവേരെ, പിന്നെ അതിനെ തകർക്കാം. അതുകൊണ്ട് മദ്രസ നല്ല രീതിയിൽ നടക്കുക തന്നെ വേണം. ഇനി കൊടുക്കാനുള്ള ആൾക്കാർ ഉസ്താദ് നല്ല ഉഷാറിൻ്റെ ഉസ്താദ് ഇവിടെ ഉണ്ട്. ആര്യ അസരി ഉസ്താദ് മാഷാ അല്ലാഹ്. അയാളിപ്പോൾ 40 ലക്ഷം ആയിട്ടുണ്ടെങ്കിൽ അതൊരു കോടി ഇപ്പോൾ ആക്കൂടെ. അതിനാൾക്കാർക്ക് സാധിക്കും. അത് പ്രശ്നം അയാൾ കൊണ്ടാക്കാൻ കഴിയും. അള്ളാഹു കഴിവ് അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അസരി ഉസ്താദ് എല്ലാം ഉണ്ട്. നമ്മുടെ മാടന്നൂർ കോളേജ് അർഷദ് ഉസ്താദ് നമ്മുടെ സുഹൃത്താണ്. വളരെ മനോഹരമായി അവർ കോളേജിൽ അവർ നടത്തി വരികയാണ്. മാടന്നൂർ കോളേജ് വളരെ മനോഹരമായി. തൊട്ടടുത്ത് KC ഉണ്ട്, അനീസ് കൗസരി. ഓരെല്ലാം നടത്തുന്ന അധ്വാനിക്കുന്ന അധ്വാനിച്ചിട്ടാണ് ഇതെല്ലാം. ഇപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ അധ്വാനിക്കേണ്ടത് ഇപ്പോൾ 2 ഡ്യൂട്ടി വർക്ക് തന്നെ.
എല്ലാം ഓർ തന്നെയാണ് ഇപ്പോൾ ചെയ്ത്, പഠിപ്പിക്കുന്ന ഓർ തന്നെ, വിരിക്കുന്ന ഓർ തന്നെ. കാരണം നിങ്ങൾക്ക് ടൈമില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ മാഷാ അല്ലാ ഇനി നല്ല സംഭാവനകളൊക്കെ ആരും പറയാനുണ്ടെങ്കിൽ നല്ല മനസ്സിലൊന്ന് പറഞ്ഞിട്ട് ഉസ്താദിനോട് പറഞ്ഞ് നമുക്ക് ആത്മാർത്ഥമായി ഒന്ന് ദ്വാരക്കാം. ഞമ്മോ മീനി വാങ്ങാൻ വേണ്ടി കൊടുത്ത പൈസയും പൊരകെട്ടൊനി ചിലവാക്കി അതെല്ലാം പോയി, അതൊന്നും കണക്കിലില്ല. ഇത് ഈ കൊടുത്തതാണ് 5 ലക്ഷവും ഈ 1000വും ഈ 1 ലക്ഷമാണ് നാളെ ഖബറിലേക്കും മഹ്ശറിലേക്ക് ബാക്കി. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 32 പില്ലർ ആവാൻ ബാക്കിയുണ്ട്. ഒരു പില്ലറിന് എത്ര വരും? ചെറുങ്ങനല്ല 20,000. മാഷാ അല്ലാ. ഞങ്ങളെ ബാലക്കാരല്ലേ ഇല്ലേ കൂടെ ചെറുപ്പക്കാർ 32 പില്ലർ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഓരോരുത്തർ കഴിവുള്ള ആൾക്കാർ 20,000 ഉറുപ്പികയാണത്. വലിയ സംഗതിയല്ല. അർഹമുർ-റാഹിമീനായ അല്ലാഹുവേ, ഈ പില്ലർ ഓരോന്ന് ഏറ്റെടുക്കുന്ന ആൾക്കാർക്ക് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ഹൗലുൽ കൗസർ അവർക്ക് നീ കോരി കുടിപ്പിക്കണേ അല്ലാ, കോരി കുടിപ്പിക്കണേ അല്ലാ. ഹബീബോട് കൂടെ സ്വർഗത്തിൽ കൂടാൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, നിൻ്റെ ലിഖാഹ് ദാത്ത് കണ്ട് സന്തോഷിക്കാൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ആരെങ്കിലും ഉണ്ടെങ്കിലും ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോളി. ഒരു പില്ലർ, ആ പില്ലറായിരിക്കും നാളെ ഒരു പക്ഷേ സ്വർഗത്തിലേക്ക് കടത്തും. ഞങ്ങൾ ചെറുതായിട്ട് കാണുന്ന ചില അമലായിരിക്കും നമ്മെ നാളെ സ്വർഗത്തിൽ കടത്തുന്നത്. മുഹമ്മദ് ഹാജി ആട് ഞങ്ങൾക്ക് ഇപ്പോഴും മുമ്പേ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. നമ്മുടെ ടീച്ചർ സുഹൈലാൻ്റെ ഉപ്പാപ്പ അല്ലേ, ഒരു പില്ലർ മൂപ്പർ ഏറ്റെടുത്ത്. റഹ്മാനായ അല്ലാഹ്, ഞങ്ങൾ നിന്നോട് ചോദിക്കാൻ തരപ്പെട്ടവരല്ല റബ്ബേ, ഞങ്ങൾ ദോഷികളാണ് അല്ലാഹ്. നീ റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്, ഗഫാറാണ്, ലത്തീഫാണ്, റഊഫാണ് അല്ലാഹ്. ആ ഏറ്റെടുത്ത മുഹമ്മദ് ഹാജി റബ്ബേ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പില്ലറി ഏറ്റെടുത്ത ഈ സംഭാവന നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിൻ്റെ കാരണം കൊണ്ട് അദ്ദേഹത്തിനും ഭാര്യയും മക്കളെയും മാതാപിതാക്കളെ കുടുംബങ്ങളെ സ്വർഗത്തിൽ കടത്തണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഹൗലൽ കൗസർ വാങ്ങി കുടിക്കാൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പറയേ, ഒരു പില്ലർ കൊടുക്കുന്ന അംസറിലാണ് കൊടുത്തിന്. കണ്ണും കാതും മൂക്കും കയ്യും കാലും അവസാനം ലിംഗം വരെ മുറിക്കപ്പെട്ടു. ആ നിലയ്ക്ക് കൊടുത്തതാണ്. ഇബ്രാഹിം മുസ്ലിയാർ 10 ചാക്ക് സിമെന്റ്. റഹ്മാനായ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, അദ്ദേഹത്തിനും മാതാപിതാക്കള്, ഭാര്യ, മക്കള്, കുടുംബങ്ങൾക്ക് ഇതിനെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അമലാക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ കോരി കുടിപ്പിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബ്. പെട്ടെന്ന് പറഞ്ഞിരി മക്കളെ, നമുക്കൊന്ന് പൂർത്തിയായിട്ട് മദ്രസ വേഗം ഒന്ന് പൂർത്തിയായാൽ അൽഹംദുലില്ലാ ഖൈറല്ലേ. പുറത്തെ നാട്ടിലേക്കല്ലല്ലേ, നമുക്ക് തന്നെയല്ലേ. ഞങ്ങളെ മക്കള് പഠിക്കാനാണല്ലോ.
ആരുണ്ടാ? ലത്തീഫ് മുകളിൽ 10,000. ആ, ഒരു അരപ്പില്ലറിൻ്റെതാണെങ്കിലും അൽഹംദുലില്ലാ. റഹ്മാനായ അല്ലാഹ് നീ ഇതിനെ കബൂലാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിനും മാതാപിതാക്കൾ, ഭാര്യ, മക്കൾക്ക് ഇത് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു അമലാക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിൻ്റെ ഷറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹൈദർ കലപ്പുറല്ലേ, മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ദ്വാരക്ക 2 കുടുംബക്കാർക്ക് 2 പില്ലർ. അല്ല നോക്കിയേ, പഠിച്ചവനെ ആ ഹൈദർ റബ്ബേ അദ്ദേഹത്തിൻ്റെ ഈ സംഭാവന കബൂലാക്കണേ അല്ലാഹുവേ. മരിച്ചുപോയ ഉപ്പാന്റെ ഖബറിലേക്ക്, റൂഹിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അപ്പാക്കും ഹൈദറിനും ഉമ്മാക്കും ഹൈദറിനും ഭാര്യ, മക്കളുടെ കുടുംബങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. വാപ്പാന്റെ ഖബറടം സ്വർഗഭവനമാക്കണേ അല്ലാഹ്. പറഞ്ഞിരി, പെട്ടെന്ന് പറഞ്ഞിരി. അൽഹംദുലില്ലാ. ആയത്തിലായിപ്പോട്ട് ഒരു മോനെ ഒരു കാപ്പില്ലറിൻ്റെ അരപ്പില്ലർ, മുക്കാ പില്ലർ, 1 പില്ലർ, 2 കഴിയുമ്പോലെ പറഞ്ഞിര്. ആ ബാല്യക്കാർ 1 നാട് 2 ആട് 3 ആട് കൂടിയിട്ട് 4 ആൾ കൂടിയിട്ടും ആവും. ഒരു പില്ലർ പറഞ്ഞാൽ പെട്ടെന്നാവും. അലീസിയച്ച് 20,000 നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ അനുജൻ മരിച്ചു പോയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ റൂഹിലേക്ക് ഇതിൻ്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും റഹമത്തും നൽകണേ അല്ലാഹ്. സംഭാവന ചെയ്ത അദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും റസൂലുള്ളാഹിനെ കണ്ടുമുട്ടാനും ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇബ്രാഹിം ഓക്കെ അല്ലേ, 5 കോണിസ്മെൻറ്റ്. റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ ഷറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. സിദ്ദീഖ് ബീസിയ അവരെ സഹോദരന്മാരും എന്നാലും കൂടായിട്ട് മരിച്ചവർക്കും കുടുംബത്തിൽ മരിച്ചവർക്കും പിന്നെ കുടുംബങ്ങൾക്ക് എത്ര ചാക്ക്? 62. അല്ലാഹു അക്ബർ. റഹ്മാനായ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ മരിച്ചു പോയവരുടെ റൂഹുകളിലേക്ക് ഇതിൻ്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഖബറടം സ്വർഗഭവനമാക്കണേ അല്ലാഹ്. അവർക്കും കുടുംബങ്ങൾക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. പുന്നാര നബിനെ നാളെ കണ്ടുമുട്ടി ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ടി കെ അബ്ദുള്ള 5 കോണിസ്മെൻറ്റ്. റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. പ്രയാസങ്ങളെ നീക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ അദ്ദേഹത്തിനും കുടുംബങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പിന്നെ പേര് പറയാത്തൊരാൾ 5000. റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന് പേര് വേണ്ട എങ്കിലും മഹ്ശറിലെത്തി കഴിഞ്ഞാൽ നീ പേര് വിളിച്ചിട്ട് സ്വർഗത്തിൽ കടത്തണേ അല്ലാഹ്. അദ്ദേഹത്തിനും ഭാര്യ മക്കൾ കുടുംബങ്ങൾക്ക് ആഫിയത്തും ആരോഗ്യം നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ റബ്ബേ.
പറഞ്ഞിരി. പെണ്ണുങ്ങൾക്കും പറയാം, പെണ്ണുങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖദീജ ബീവി വഫാത്താകുന്ന സമയത്ത് നബി തങ്ങൾ പോയിട്ട് പറഞ്ഞു, ഖദീജ നീ എനിക്ക് പൊരുത്തപ്പെടണം. ഖദീജ ബീവി ചോദിച്ചു, യാ റസൂലല്ലാഹ് ഞാൻ എന്താണ് പൊരുത്തപ്പെടേണ്ടത്? അങ്ങ് നബിയല്ലേ, ഞാൻ അവിടുത്തെ ഭാര്യയല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖദീജ നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് നീ വലിയ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരത്തിയായിരുന്നു. ധാരാളം സ്വർണവും വെള്ളിയും നിന്റെ കയ്യിലുണ്ടായിരുന്നു. നീ എല്ലാം എൻ്റെ കയ്യിൽ വെച്ച് തന്നു, എല്ലാ ദീനിന് വേണ്ടി ചെലവഴിച്ചു. പ്രായമെത്തിയ നിന്റെ മകളായ സൈനബാനെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ എനിക്കൊരു സ്വർണത്തിൻ്റെ മാല എടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല. നിന്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരൊറ്റ സ്വർണത്തിൻ്റെ മാല, അതാണ് സൈനബാനെ കഴുത്തിലിട്ട് കൊടുത്തത്. ഇന്ന് ഖാലിയായ കൈയോട് കൂടെ നീ മരിക്കുന്നു. എല്ലാം നീ ദീനിന് വേണ്ടി എൻ്റെ കയ്യിൽ തന്നതാണ്, എനിക്ക് പൊരുത്തപ്പെടണം എന്ന് ഖദീജ ബീവിയോട് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഖദീജ കണക്കില്ലാത്ത സ്വർണമുണ്ടായിരുന്നു, എല്ലാം കൊടുത്ത് അവസാനം ഒരു സ്വർണത്തിൻ്റെ നൂല് പോലും കയ്യിലില്ലാതെയാണ് മരിച്ചു പോയത്. ആ ഖദീജ ബീവിൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കേണ്ടവരാണ് നമ്മുടെ സഹോദരിമാർ. നിങ്ങളും നിങ്ങളുടെ കയ്യിൽ ഒരു 100 പവനുള്ളൊരു പെണ്ണിനിക്ക് ഇതാ ഒരു 5 പവന്, അല്ലെങ്കിൽ ഒരു 10 പവന്, അല്ലെങ്കിൽ ഒരു 50 പവനുള്ള ഒരു പെണ്ണിനിക്ക് ഒരു 2 പവന്, 25 പവനുള്ളൊരു പെണ്ണിനിക്ക് 1 പവന്, ഒരു 10 പവനുള്ളൊരു പെണ്ണിനിക്ക് ഒരു 1/4 പവന്, അരപ്പവനെങ്കിലും തരാം. ഇന്നാളെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് അവശേഷിക്കുന്നതാണ്. നാളെ ഉസ്താദിൻ്റെ കയ്യിൽ 10 തരുമ്പോൾ ഭർത്താവിനോട് ചോദിച്ചോളൂ, ഗുൽമാലായിരുന്ന ചോദിച്ചിട്ട് ഉസ്താദിൻ്റെ കയ്യിലേക്ക് നാളെ എത്തിച്ചിരാവേ. ആ പെണ്ണുങ്ങൾ തരും. അലിഹാജി പിൽപ്പട 20 ചാക്ക് സിമെന്റ്. അല്ലാഹു അക്ബർ. റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിനും മാതാപിതാക്കളെ ഭാര്യ മക്കൾക്ക് റബ്ബേ നീ ഖൈറും ബറകത്തും നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഹൗലൽ കൗതറ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അർഷദി ഉസ്താദി 25 സിമെന്റ് ചാക്ക്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഇതാ ഉസ്താദ്മാർക്ക് എന്തും ഇല്ലാവേ, നിങ്ങൾ എന്തെങ്കിലും ചെറിയ തന്ന തന്നെ വേറെ. അത് സ്ഥാപനത്തിൽ നിൽക്കുന്ന ഉസ്താദർക്ക് മംഗലവും ഇല്ല, കുത്തുബിയത്തും ഇല്ല, റാത്തീബും ഇല്ല. അവർക്ക് ഈ മാസത്തിൽ കിട്ടുന്ന ഇതന്നെ ആവണം, വേറെ എന്തില്ല, വേറെ എന്തില്ല. അപ്പം അവർ അങ്ങനത്തെ ഉസ്താദ് 25 ചാക്ക് സിമെന്റ്. അല്ലാഹ് റഹ്മാനായ റബ്ബേ, ആ ഉസ്താദിനിക്കും ഉമ്മ ബാപ്പാക്കും ഭാര്യ മക്കൾക്കും ഖൈറും ബറക്കത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. പടച്ചവനേ, റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഹൗലുൽ കൗതർ വാങ്ങി കുടിക്കാൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ മരണപ്പെട്ടവരുടെ റൂഹുകളിലേക്ക് ഇതിൻ്റെ സവാബനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അഷ്റഫ് കുക്കാജ് ഈടുത്ത കുക്കാജ് അല്ലേ, 5555. അല്ല, ഇതുവരെ പഠിച്ചറപ്പായ ആ അഷ്റഫിൻ്റെ കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അദ്ദേഹത്തിനും ഉമ്മ ബാപ്പ ഭാര്യ മക്കൾക്ക് കുടുംബങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഷറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അത് ചെറിയ സംഗതിയല്ലാവേ. ആ ഹൗലുൽ കൗസർ മഹ്ശറയിൽ ദാഹിച്ച് നിൽക്കുമ്പോൾ കിട്ടിപ്പോയെങ്കിൽ ലാ യുൽമു ബഅദ അബദ, പിന്നെ അവർക്ക് ദാഹം ഉണ്ടാവേല. ഓ ചാൻസ് അത് ആ മഹ്ശറയിൽ കിട്ടേണ്ടത്. ഇപ്പം എനിക്ക് ഞാൻ ചെരുമ്പില്ല കഥ അറിയാലോ, അടുക്ക് എത്തണോ അതിൻ്റെ അവസ്ഥ അറിയണമെങ്കിൽ. അബ്ദുള്ള കുഞ്ഞി സരളിമൂല 2000. റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിനും മാതാപിതാക്കളുടെ ഭാര്യ മക്കളുടെ കുടുംബങ്ങൾക്ക് ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ ഷറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ അവർക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉമ്മു അസ്ഗർ ഒരു സ്വർണത്തിൻ്റെ മോതിരം.
റഹ്മാനായ അല്ലാ, ആ പെണ്ണുങ്ങൾക്ക് നാളെ സ്വർഗത്തിൻ്റെ മോതിരം നീ ധരിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിൻ്റെ സ്വർണങ്ങൾ ധരിപ്പിക്കണേ അല്ല. എല്ലാ നിയമത്തുകളും കൊടുക്കണേ അല്ല. സക്കറാത്തിൻ്റെ വേദന മരിക്കുന്ന സമയം എളുപ്പമാക്കണേ അല്ല. ആയുസ്സിനെ നീളമാക്കണേ അല്ല. ഭർത്താവിനും മക്കളിലും കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ല. സ്വർഗത്തിൻ്റെ ഹിരികാരിൽ പെടുത്തണേ അല്ല. റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗതർ വാങ്ങി കുടിക്കാൻ തൗഫീഖ് നൽകണേ അല്ല. ഒരു പവന് എത്ര? ഒരു മോതിരം. ഒരു മോതിരം അതിന് സ്വർണ്ണാകുമ്പോൾ അതിനും ചില പൈസ കിട്ടും. ഹബീബ് പട്ട 2000. റഹ്മാനായ റബ്ബിനെ സ്വീകരിക്കണമല്ല. ആ ഹബീബ് പട്ടക്കും മാതാപിതാക്കൾ കുടുംബങ്ങൾക്ക് റബ്ബേ ഖൈറും ബറക്കത്തും നൽകണേ അല്ല. റഹ്മത്ത് നൽകണേ അല്ല. റസൂലുള്ളാഹിന്റെ ഷറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർക്ക് വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അതെ, ഞാൻ ജഡ്ജിയായ ത്വാഹ ഖലീൽ 10 ഗോണി സിമെന്റ് അല്ലേ. റഹ്മാനായ റബ്ബേ, അയാൾ ജഡ്ജിയായി വിധിക്കുന്ന വിധിയിൽ ഒരു പെടവും വരുത്തല്ല റബ്ബേ. നല്ല ബുദ്ധി ആ സമയത്ത് മൈൻഡ്, ആ ബുദ്ധി വർക്ക് ചെയ്യാൻ പഠിച്ചവരെ അത് നല്ല രീതിയിൽ ഫലിപ്പിക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന് ഇനി ഉന്നതിയിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അദ്ദേഹത്തിനും മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾക്ക് റസൂലുള്ളാഹിനെ കണ്ടുമുട്ടാൻ ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മുഖ്താർ BC ജോലിയിൽ ബർക്കത്ത് കിട്ട 10 കോണി സിമെന്റ് അല്ലേ. റഹ്മാനായ റബ്ബേ, നീ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ല. ബർക്കത്ത് ചെയ്യണേ അല്ല. ജോലിയിൽ നീ ഉയർച്ച നൽകണേ അല്ല. ഖൈറിലാക്കണേ അല്ല. സംതൃപ്തി നൽകണേ അല്ല. റഷീദ് സുൽത്താനഗര 25 ചാക്ക് സിമെന്റ്. റഹ്മാനായ റബ്ബേ, സ്വീകരിക്കണേ അല്ല. മരിച്ച ഉപ്പാന്റെ പേരിൽ ആ ഉപ്പാന്റെ റൂഹിലേക്ക് ഇതിൻ്റെ ദവാബനെ എത്തിച്ചു കൊടുക്കണേ അല്ല. ആ ഉപ്പാന്റെ ഖബറുടെ സ്വർഗഭവനമാക്കണേ അല്ലോ. ആ ഉപ്പാക്കും ആ മകനിക്കും കുടുംബങ്ങൾക്ക് റസൂലുള്ളാഹിനെ കണ്ടുമുട്ടാനും ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലോ. മഹമൂദ് മുകളി പള്ളപ്പാടി 2000 അല്ലേ. 2500. റഹ്മാനായ റബ്ബേ, അദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ല. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ല. റബ്ബേ, റസൂലുള്ളാഹിനെ കണ്ടുമുട്ടാൻ ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ തൗഫീഖ് നൽകണേ അല്ല. ഈ സംഭാവന നൽകിയ എല്ലാവർക്കും റബ്ബേ, ഈ മദ്രസക്ക് വേണ്ടി സംഭാവന നൽകിയവർക്ക് മരിക്കുന്നതിന് മുമ്പായിട്ട് റസൂലുള്ളാഹിനെ കിനാവിൽ കാണിച്ചു കൊടുക്കണേ അല്ല. കിനാവിൽ കാണിച്ചു കൊടുക്കണേ അല്ല. കിനാവിൽ കാണാൻ നമുക്ക് ഭാഗ്യം നൽകണേ അല്ല. ഹക്കീം പതെടുക്ക 5 കോണി സിമെന്റ് അല്ലേ. റഹ്മാനായ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ല. പടച്ചവനെ, ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. റസൂലുള്ളാഹിനെ കണ്ടുമുട്ടാനും ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനും കുടുംബങ്ങൾക്ക് നൽകണേ അല്ല. പിന്നെ ഈ 3 ദിവസമല്ലേ ഓം മാഷാ അല്ലാഹ്. DRSN മീഡിയ ഒരു പില്ലർ ഓറി ഏറ്റെടുത്ത് 3 ദിവസം ലൈവ് ഫ്രീ. വരവൊക്കെ ഫ്രീ ആണ്. പേരുണ്ട്. നിങ്ങൾക്ക് ഇനി ആര് കൊടുക്കാതെ ഇനി ഒരാൾക്ക് ബാക്കിയാക്കാൻ കഴിയേയില്ല. മൊയിലാക്കന്മാരോ തന്ന്, ഇത് ഓറും തന്ന് മീഡിയക്കാർ.
പടച്ചവനെ അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ല. അവരെ കച്ചവടത്തിൽ ബിസിനസ്സിൽ ഉയർച്ച നൽകണേ അല്ല. അവരെ ഉന്നതിയിലേക്ക് എത്തിക്കണേ അല്ല. സന്തോഷത്തിലാക്കണേ അല്ല. റാഹത്തിലാക്കണേ അല്ല. പടച്ചവനെ അവർക്ക് നല്ലോണം വാരിക്കോരി കൊടുക്കാനുള്ള മുതൽ നീ കൊടുക്കണേ അല്ല. ആ 3 ദിവസം വയലിൻ്റെ ഉസ്താദന്മാർക്ക് ചോറ് കൊടുത്തവർ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുത്തിന്. അത് വലിയൊരു ഇതാണ്. നമ്മുടെ ഈ കർണാടകയിൽ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഉസ്താദന്മാർക്ക് ആ വയലിന് വന്നവർ കൊടുക്കുന്ന ചോറുണ്ടല്ലേ, അതിന് വലിയ ചിലവുണ്ട്. ഇന്നും അങ്ങനെ ആ ചർച്ചേൻ്റെ പേരിൽ നല്ല ഫുഡ് എല്ലാ ഉസ്താദന്മാർക്കും അതൊരു ഇക്റാമാണ് അല്ലേ. മങ്കാന യൂമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫ. അള്ളാഹിനെ കൊണ്ടും ഖിയാമത്ത് നാളെ കൊണ്ട് ആരും വിശ്വസിക്കുന്നെന്ന് കണ്ടെങ്കിൽ അവൻ അതിഥിയെ ബഹുമാനിക്കട്ടെ എന്ന്. ഇക്റാം അത് വലിയ ഇക്റാമാണ്. നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് പണ്ട് അറബികൾക്കുള്ള സ്വഭാവം ഇന്നും അറബികളുണ്ട്. അറബികളുടെ ആടുകളൊക്കെ അറുത്തിട്ട് ഇടി ആടുകളൊക്കെ അറുത്തിട്ട് സൽക്കരിക്കുന്ന കണ്ടാലുണ്ടല്ലേ, മാഷാ അല്ലാ, അതിൻ്റെ ചെറിയൊരു കാറ്റടിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലുണ്ട്. നല്ല ഭക്ഷണമുള്ള നിലനിർത്തി തരട്ടെ. ഈ ഭക്ഷണം കൊടുത്തവർക്കല്ല അവർക്കൊരു മക്കളെ ഖിയാമത്താണ് ഒരു സന്താന പാരമ്പര്യത്തിന് റിസ്ക്കിനുള്ളൊരു ബുദ്ധിമുട്ടും വരുത്താതിരിക്കട്ടെ. അവരുടെ കച്ചവടങ്ങളെല്ലാം ബറക്കത്ത് ചെയ്യട്ടെ. സ്വർഗത്തിൻ്റെ ഭക്ഷണം അല്ല അവർക്ക് ഭക്ഷിപ്പിക്കട്ടെ. അബ്ദുള്ള കുഞ്ഞി സരളി മൂല 7000 റഹ്മാനായ റബ്ബിനെ സ്വീകരിക്കണേ അല്ല. അദ്ദേഹത്തിൻ്റെ കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. അദ്ദേഹത്തിനും മാതാപിതാക്കളുടെ ഭാര്യ മക്കൾക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാളെ മഹ്ശറിൽ കണ്ടുമുട്ടാനും ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. റസാഖ് വെള്ളാരെ പഞ്ചോടി 2000 റഹ്മാനായ റബ്ബിനെ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും ഖൈറും ബറക്കത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ല. പുന്നാരി നബിനെ നാളെ കാണാനും ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. NS ഹാജി മാഷാ 5 ലക്ഷം എഴുതിയതാണ്. പ്രസിഡന്റ് പള്ളിൻ്റെ പ്രസിഡന്റ് ഹാജി, അതാണ് പ്രസിഡന്റുമാർ. മാഷാ അല്ലാ, ഇവരിങ്ങനെ ഇരുന്നിട്ട് ഇത്ര തരുന്നുണ്ടല്ലേ. അയാളെ മോൻ്റെ പേരിൽ 1 ടണ്ണ് ഇരുമ്പ്. റഹ്മാനായ അല്ലാ, പടച്ചോനെ ആ നമ്മുടെ NS ഹാജി പ്രസിഡന്റിനും ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും അല്ല സ്വർഗത്തിൻ്റെ എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കണേ അല്ലാ, തുറന്നു കൊടുക്കണേ അല്ലാ. പടച്ചവനെ സ്വർഗത്തിന് എല്ലാ നിയമത്തുകളും കൊടുക്കണേ അല്ലാ. അവർ മരിക്കുന്നതിന് മുമ്പ് നിന്റെ ഹബീബായ നബിനെ ഒന്ന് കിനാവിൽ കാണിച്ചു കൊടുക്കണേ അല്ലാ. റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം അവർക്കും നമുക്കും നൽകണേ അല്ലാ. മുഹമ്മദ് കജ 5000 റഹ്മാനായ റബ്ബേ നീ അദ്ദേഹത്തിൻ്റെ മുറാദിനെ ഹാസിലാക്കണേ അല്ലാ. അദ്ദേഹത്തിനും മാതാപിതാക്കളുടെ കുടുംബങ്ങൾക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഇബ്രാഹിം മുഗടി 25 കോണി സിമെന്റ് റഹ്മാനായ റബ്ബിനെ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. കച്ചവടത്തിൽ ഉയർച്ച നൽകണേ അല്ലാ. പുന്നാരി നബിനെ കണ്ടുമുട്ടാനും ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ അദ്ദേഹത്തിനും കുടുംബങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അമീദ് ബിസി ഒരു പില്ലർ റഹ്മാനായ റബ്ബെ സ്വീകരിക്കണേ അല്ലാ. ആ ഹമീദിനും ഉമ്മ ബാപ്പാക്കും ഭാര്യ മക്കൾക്കും സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാ. യാ അല്ലാ, അവർ നിന്റെ ദീനിന് ചെലവ് ചെയ്താൽ
റബ്ബേ കൂലി കിട്ടുമെന്നുള്ള ആശയാണ് ഈ രാത്രി വരേക്കൂടെ കാത്തു നിൽക്കുന്ന നിന്നോടുള്ള മഹബത്താണല്ല, നിന്റെ ദീനിനോടുള്ള സ്നേഹമാണല്ല, നിന്റെ ദീനി നിലനിൽക്കാനാണ് റബ്ബെ അവർ തരുന്നത്. ഇത് ക്രിക്കറ്റ് കളിക്ക് കൊടുക്കുന്നതല്ല, ഫുട്ബോൾ താരന്മാരുടെ കട്ടൗട്ട് ഇടാൻ വേണ്ടി കൊടുക്കുന്നതല്ല. ഇത് നിബിത്തങ്ങൾ മദീനത്ത് ഉദ്ഘാടനം ചെയ്ത ആ മദ്രസന്റെ ഒരു ശാഖ, അത് നിലനിർത്താനാണ് റബ്ബേ. അദ്ദേഹത്തിനും ഭാര്യ മക്കൾ കുടുംബങ്ങൾക്ക് ആഫിയത്തും ആയുരാരോഗ്യം നൽകണേ അല്ല. റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ അദ്ദേഹത്തിനും ഭാര്യ മക്കൾ കുടുംബങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അബ്ബാസ് ആസ്കോ കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടാൻ 25 ചാക്ക് സിമെന്റ്. റഹ്മാനായ റബ്ബേ, റഹ്മാനായ റബ്ബേ, അബ്ബാസിനിക്കും മാതാപിതാക്കൾ ഭാര്യ മക്കൾക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ല. അബ്ബാസിൻ്റെ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. ഒരിക്കലും തകർച്ചയിലേക്ക് കച്ചവടത്തിന് എത്തിക്കല്ല റബ്ബേ, ഉയർച്ചയിലേക്ക് എത്തിക്കണേ അല്ല. ജനങ്ങൾക്ക് ദീനിന് വാരിക്കോരി കൊടുക്കാനുള്ള മുതൽ നീ കൊടുക്കണേ അല്ലാ. റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. മാഷാ അല്ലാ, സദർ ഉസ്താദ് 5 കോണി സിമെൻറ്റ് എന്നുണ്ടായിട്ട് കൊടുക്കുന്നല്ലാവേ. എന്നിട്ട് 5 കോണി സിമെൻറ്റ് തന്ന് നിങ്ങൾ ഇനി കുത്തുബെത്തും ഓരോന്നുണ്ടെങ്കിൽ നല്ലോണം കൈമടക്കണം. 5 അല്ല 6 തരണത് എത്തിക്കട്ടെ. ഞങ്ങൾ അത്രയും എന്തുമില്ല ഉസ്താദന്മാർക്ക് ഇതന്നെയാണുള്ളത്. എന്തുമില്ല അങ്ങനത്തെ ഉസ്താദന്മാരെ പരിഗണിക്കൊണ്ട് ചെറിയ ശമ്പളത്തിന് തരുന്ന സദറുസ്ഥാന് പഠിച്ചവൻ. ആ സദറുസ്ഥാനും ഉമ്മ ബാപ്പ ഭാര്യ മക്കൾ കുടുംബങ്ങൾക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ല, സന്തോഷത്തിലാക്കണേ അല്ല, റാഹത്തിലാക്കണേ അല്ല. പുന്നാരവിനെ കണ്ടുമുട്ടാൻ ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ തൗഫീഖ് നൽകണേ അല്ല. അപ്പോൾ ഇപ്പോൾ മുക്കരിക്ക സദറുസ്താദ് 5 ചെല്ലുമ്പോൾ ഖത്തീബ് ഉസ്താദിന് 10 ചെല്ലാതെ ഒന്നില്ല. ഖത്തീബ് ഉസ്താദ് 10 ചാക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അക്ബർ, മാഷാ അല്ലാ. ശമ്പളമെല്ലാം കൂട്ടണാവേ. അർഹമുർ-റാഹിമീനായ അല്ലാഹുവേ, നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ല. അദ്ദേഹത്തിനും ഭാര്യ മക്കൾ മാതാപിതാക്കൾ കുടുംബങ്ങൾക്ക് ആഫിയത്തും ആയുരാരോഗ്യം നൽകണേ അല്ല. കുടുംബത്തിൽ മരണപ്പെട്ടവരുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ല. പടച്ചവനെ, റസൂലുള്ളാഹിനെ കണ്ടുമുട്ടാനും ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഇന്നലെ ഒരു മാലിമ്മ 10,000 തന്നിനി. അയാൾ തുടങ്ങിനല്ലേ പഠിച്ചവൻ. അയാൾക്ക് നീ ഖൈറും ബറക്കത്തും അയാളുടെ ഭാര്യ മക്കളെ മാതാപിതാക്കൾക്ക് നീ നൽകണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ല. ഇപ്പാരി അപ്പോൾ നീ 20 ആക്കണം. അനി വലിയ മുസ്താദ് 10 കോണി സിമെന്റ്. റഹ്മാനായ റബ്ബെ, നീ സ്വീകരിക്കണേ അല്ല. അദ്ദേഹത്തിനും ഭാര്യ മക്കൾ മാതാപിതാക്കൾ കുടുംബങ്ങൾക്ക് ആഫിയത്തും ആയുരാരോഗ്യം നൽകണേ അല്ല, സന്തോഷത്തിലാക്കണേ അല്ലാ. പടച്ചവനെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടാനും ആശറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. സൂഫി പള്ളിക്കര 10 ചാക്ക് സിമെന്റ്. റഹ്മാനായ അല്ലാ, നീ സ്വീകരിക്കുക. എത്ര നല്ല മനുഷ്യന്മാർ അറിയോ. ഇങ്ങനെ ഞങ്ങളുടെ പോയിട്ട് 1 മണിക്കൂർ വച്ചിട്ടിട്ടും 1 കോടി കിട്ടാത്ത ജാഗയുണ്ട്. ഇത് എന്ത് മനുഷ്യന്മാർക്ക് എന്ത് ആവശ്യം. ഈശ്വര മംഗല തന്നെ. ഇത് വല്ലാത്ത മംഗല. പഠിച്ച തമ്പുരാനെ, ഇനിയാൾക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ല, സന്തോഷത്തിലാക്കണേ അല്ല, റാഹത്തിലാക്കണേ അല്ല. പഠിച്ചവൻ അദ്ദേഹത്തിനും മാതാപിതാക്കൾ കുടുംബങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ഷറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ തൗഫീഖ് നൽകണേ അല്ല. പഠിച്ചവനെ എന്തൊരു ആവേശത്തോടുകൂടെ 5 ലക്ഷവും 1 ലക്ഷവും 50 കഴിവിൻ്റെ പരമാവധി സിമെൻറ്റും ഇരുമ്പും പുഴിയും ഒക്കെ തന്നവർ റബ്ബേ, നീ കാണുന്നല്ല റബ്ബേ. ഈ 12 മണിൻ്റെ ശേഷമുള്ള ദുആക്ക് ഉത്തരമുണ്ട് റബ്ബേ. ഇത് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സമയമാണെന്ന് നിന്റെ ഹബീബായ നബി പറഞ്ഞതാണ് റബ്ബേ.
ദ്വാര സ്വീകരിക്കണേ അല്ലാ. എല്ലാവർക്കും ഇവിടെ കൂടിയവർക്ക് സംഭാവന ചെയ്തവർക്ക് ഖൈറും ബറക്കത്തും ആഫിയത്തും ദീർഘായുസ് നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണേ അല്ലാ. ഹമീദ് അംജിഖാന മരിച്ച ഉപ്പാൻ്റെ പേരിലത് ഇതിൽ ഉപ്പാൻ്റെ ഓർമ്മയുള്ളവരെല്ലാം ഉണ്ടല്ലേ ഈ കാലത്ത് നോക്കിയാൽ. എന്നിട്ടും ഞങ്ങൾ എത്ര പരിഷ്കരിച്ചാൽ ഉപ്പാൻ്റെ ഓർമ്മ ചെറിയ സംഗതിയല്ലാതെ. പഠിച്ച തമ്പുരാനെ നീ സ്വീകരിക്കണേ അല്ലാ. 15 കോന് സിമെറ്റ് റബ്ബെ ഉപ്പാൻ്റെ റൂഹിലേക്ക് ഇതിൻ്റെ സവാബിനി എത്തിച്ചു കൊടുക്കണേ അല്ലാ. എന്തെങ്കിലും ഒരു അദാബ് ഖബറിൽ നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്വതക്കാൻ്റെ ഫലം കൊണ്ട് ഉടനെ നീക്കിക്കളയണേ അല്ലാ. ഈ ആ ഖബറിന് സ്വർഗാക്കി മാറ്റണേ അല്ലാ. ഖബറിൽ കിടന്നിട്ട് സ്വർഗത്തിൻ്റെ എല്ലാ നിയമത്തുകൾ കണ്ട് ആസ്വദിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ആ മകരിക്ക് നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. ജമീല് ആ ജമീല് 10 കോണിച്ച് മെറ്റ് സംസാരിക്കാൻ കഴിയുന്നില്ല. അല്ല ആത്മാർത്ഥത്തിൽ ആമീൻ പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ ജമീലിക്ക് സംസാര ശക്തി കൊടുക്കണേ അല്ലാ. നീ കൊടുക്കണേ അല്ലാ. എത്രയോ കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് നീ കാഴ്ച കൊടുത്തവനാണ് റബ്ബേ. കേൾവി നഷ്ടപ്പെട്ടവർക്ക് കേൾവി കൊടുത്തവനാണ് റബ്ബേ. സംസാരം നഷ്ടപ്പെട്ടവർക്ക് സംസാരം കൊടുത്തവനാണ് അല്ലാ. നീ ആകാശ ഭൂമിയെ പടച്ചതെനിക്ക് ഇത് ഒരു കണക്കുമല്ല റബ്ബേ. ആ കിടാവ് എനിക്ക് സംസാരിക്കാൻ, അല്ലാഹു അക്ബർ എന്ന് പറയാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതാൻ പടച്ചവനെ എല്ലാ കഴിവും നീ കൊടുക്കണേ അല്ലാ, കൊടുക്കണേ അല്ലാ. ആയ മുസരിയാർ 75 സെന്റ് സ്ഥലം. അത് മരിച്ച ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേരിൽ അയാളുടെ ഭാര്യ, മരിച്ച ഭാര്യ അതെ അയാളുണ്ട്, ഭാര്യ ഉണ്ട്. അവരെല്ലാം പേരിലാണ്, ഭാര്യൻ്റെ പേരിലെല്ലാമായിട്ട് വഖഫായിട്ട് തദാ സംഭാവന മദ്രസയ്ക്ക് വേണ്ടി തന്ന 75 റഹ്മാനായ അല്ലാഹ്. ഈ 75 സെന്റിന് പകരം പഠിച്ചവനെ അയാൾക്കും അയാൾ ഉമ്മ ബാപ്പാക്കും ഭാര്യ മക്കൾ ഖിയാമത്ത് നാൾ പോലുള്ള സന്താന പാരമ്പര്യത്തിന് സ്വർഗത്തിൻ്റെ കണക്കില്ലാത്ത സ്ഥലങ്ങൾ വീതിച്ച് കൊടുക്കണേ അല്ലാ, വീതിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ റിസ്ക്കിനൊരു ബുദ്ധിമുട്ടും വരുത്തല്ല റബ്ബേ. അവരുടെ ദോഷങ്ങളും വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ അല്ലാ. സ്വർഗത്തിൻ്റെ സർവ്വ നിഅമത്ത് കൊണ്ട് നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. അദ്ദേഹത്തിന് നീ ആഫിയത്തും ദീർഘായുസും മദ്രമ്മ മുസ്ലിയാർക്ക് നൽകണേ റഹ്മാൻ. പടച്ച തമ്പുരാൻ അയാൾക്ക് മക്കളില്ല എങ്കിലും റഹ്മാനായ അല്ലാ പടച്ച തമ്പുരാനെ അയാൾക്ക് സ്വർഗത്തിൻ്റെ എല്ലാ നിഅമത്തുകൾ കണ്ട് സന്തോഷിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ദീർഘായുസ് അദ്ദേഹത്തിന് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ഇത്രയും വലിയ സ്ഥലം തന്നത് ചെറിയ മനസ്സല്ല, വിശാലമായ മനസ്സാണ് റബ്ബേ. അല്ലാഹുവേ നീ പെട്ടെന്നുള്ള മരണത്തിട്ട് കാക്കണേ അല്ലാ. ഈമാൻ ശക്തിക്ക് ശക്തി നൽകണേ അല്ലാ. ആദരവായ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനും മാതാപിതാക്കൾ ഭാര്യക്ക് കുടുംബങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മഹ്മൂദ് ഉസ്താദിൻ്റെ മോന് ദുബൈയിലുള്ളത് 25,000 ഉറുപ്പിക റഹ്മാനായ അല്ലാ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാ അദ്ദേഹത്തിനും
മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാ. കുടുംബത്തിൽ മരണപ്പെട്ടവരുടെ ഖബറുകളെ സ്വർഗത്തോപ്പാക്കണേ അല്ലാ. ആദരവായ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഷെരീഫ് അർഷദി 5 ചാക്ക് സിമെൻറ്റ് ഉപ്പാൻ്റെ പേരിൽ റഹ്മാനായ റബ്ബെ ഉപ്പാൻ്റെ റൂഹിലേക്ക് അതിൻ്റെ സവാബനി എത്തിച്ചു കൊടുക്കണേ അല്ല. ഖബറുടെ സ്വർഗത്തോപ്പാക്കണേ അല്ല. ഉമ്മാക്ക് ആഫിയത്ത് നൽകണേ അല്ല, ആരോഗ്യം നൽകണേ അല്ല. ആ മകനിക്ക് നീ സന്തോഷം നൽകണേ, നിഅമത്ത് നൽകണേ അല്ലാ. പേര് വേണ്ട 25,000. പറിച്ചവനെ അയാൾ പേര് വേണ്ടെങ്കിലും നാളെ മഹ്ശറിലെത്തി കഴിഞ്ഞാൽ അയാൾ പേര് വിളിച്ചിട്ട് നീ സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാ. അദ്ദേഹത്തിനും മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾക്ക് റബ്ബേ സ്വർഗത്തിൻ്റെ സർവ്വ നിഅമത്തുകളും നൽകണേ അല്ലാ. ആദം ഹാജി പുളിത്തടി 25 കോണിസിമെറ്റ് റഹ്മാനായ റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിനും ഭാര്യ, മക്കളും, മാതാപിതാക്കൾക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ല. മരണപ്പെട്ടവരുടെ റൂഹുകളിലേക്ക് ഇതിൻ്റെ സവാബനെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അബ്ദുൽ ഹമീദ് 5000 പഠിച്ചവനെ, ഈ അബ്ദുൽ ഹമീദ് അദ്ദേഹത്തിനും കുടുംബങ്ങൾക്ക് ഖൈറും ബറക്കത്തും ആഫിയത്തും ദീർഘായുസ് നൽകണേ അല്ല. കച്ചവടങ്ങളിൽ, ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. ഷിഹാബ് ബിസി നഗര 10 ചാക്ക് സിമെറ്റ് റഹ്മാനായ റബ്ബനെ സ്വീകരിക്കണേ അല്ല. അദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും ഖൈറും ബറക്കത്തും ആഫിയത്തും ദീർഘായുസ് നൽകണേ അല്ലാ. മൊയ്തു അനില 2000 റഹ്മാനായ റബ്ബ്. ഇതെല്ലാം എഴുതി വെക്കുമല്ലേ. റഹ്മാനായ റബ്ബിനെ സ്വീകരിക്കണേ അല്ല. അദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ല. കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. അതർദേലം പാടി 10,000 റഹ്മാനായ റബ്ബെ നീ സ്വീകരിക്കണം. ആ ഖാദർ അബ്ദുള്ള 10,000 റഹ്മാനായ റബ്ബിനെ സ്വീകരിക്കണേ അല്ല. അദ്ദേഹത്തിനും കുടുംബങ്ങളും ഖൈറും ബറക്കത്തും നൽകണേ അല്ല. മുറാദുകളെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗത്തിൻ്റെ ഹരികാരിൽപ്പെടുത്തണേ അല്ല. പേര് വേണ്ട 20,000 റബ്ബെ. പേര് വേണ്ടെങ്കിലും നാളെ നീ പേര് വിളിച്ചിട്ട് സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാ. അദ്ദേഹത്തിനും കുടുംബങ്ങൾക്ക് ഖൈറും ബറക്കത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. സ്വർഗത്തിൻ്റെ ഹരികാരിൽപ്പെടുത്തണേ അല്ലാ. ഖാദർ സൗദി 10,000 റഹ്മാനായ റബ്ബിനെ സ്വീകരിക്കണേ അല്ല. ആ മകൻ്റെ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ല. എല്ലാ മുസീബാത്തുകളെയും തട്ടിക്കളയണേ അല്ല. സന്തോഷത്തിൽ അദ്ദേഹത്തിനെയും കുടുംബങ്ങളെ, ഭാര്യ, മക്കളെ, മാതാപിതാക്കളെ ആക്കി തീർക്കണേ അല്ല. ദർക്കാസ് അബ്ദുള്ള 5000 റഹ്മാനായ റബ്ബിനെ സ്വീകരിക്കണേ അല്ല. അദ്ദേഹത്തിൻ്റെ കച്ചവടങ്ങളിൽ, ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ആ മരിച്ച പിതാവിൻ്റെ റൂഹിലേക്ക് ഇതിൻ്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഷാഫി അബ്ദുൽക്ക് 5 കോണിസിമെറ്റ് റഹ്മാൻ റബ്ബ് മരിച്ച മാതാപിതാക്കളുടെ റൂഹുകളിലേക്ക് അതിൻ്റെ സവാബിനെ എത്തിക്കണേ അല്ല. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ല. മതിയല്ലേ? മുഹമ്മദ് 3 എടുക്ക, നാസിർ 3 എടുക്ക. 60,000 രൂപ. മരിച്ച ബാപ്പാൻ്റെ പേര് റഹ്മാനായ അല്ലാ. ആ ബാപ്പാൻ്റെ റൂഹിലേക്ക് ഇതിൻ്റെ സവാബിനെ എത്തിച്ച് കൊടുക്കണേ അല്ലാ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ.
സ്വർഗത്തിൻ്റെ എരികാരിൽ പെടുത്തണേ അല്ലാ. ആ സംഭാവന ചെയ്തവർക്ക് ഖൈറും ബർക്കത്തും കച്ചവടത്തിൽ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. മോനെടുക്ക 10 കോൺസുമേറ്റ്. റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇനിയെല്ലാം ഉസ്താദിൻ്റെ കയ്യിൽ കൊടുത്തില്ലാവേ, കൊടുത്തിട്ട് പറഞ്ഞില്ല. ഇന്നിപ്പോൾ മതിയാക്കിയറിയാം കൈ. ഇന്നലെ രാവിലെ മുഷാവറ മീറ്റിംഗ് കോഴിക്കോട് പോയിട്ട് മടങ്ങി വന്ന് ഞങ്ങൾ 6 മണിക്ക് ട്രെയിൻ ഇറങ്ങി. ഇതോടെ ഉപ്പിനങ്കടി മട്ടയിൽ വയൽ, ഞാൻ എന്നെ വയൽ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാത്രി നേരെ ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ രാവിലെ ക്ലാസ് കൊടുത്തിട്ട് അതിലിങ്ങോട്ട് വന്ന് അങ്ങനെ കഴിയുന്നില്ല. മാഷാ അല്ലാഹ്, വളരെ നല്ല നിരക്കാണ് നമ്മുടെ ഈ പരിപാടി സമാപിക്കുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് ഒരു കൂട്ടമായ പ്രാർത്ഥനയും നമ്മുടെ തബറുക്കിൻ്റെ ചീരണിയൊക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട ബംബ്രാൻ ഉസ്താദ് പറഞ്ഞതുപോലെ വളരെ ക്ഷീണിതനായിരുന്നു. ഇൻഷാ അല്ലാഹ് ഉസ്താദിനൊരു മുസാഹഫത്തൊക്കെ നടത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് സന്തോഷത്തോടു കൂടി പിരിയാം. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. രാവിലെ ഞാൻ മറ്റേ നസീർ ഉസ്താദ് വിളിച്ചപ്പോൾ ബംബ്രാൻ ഉസ്താദിനോട് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് പോവാന്നാണ്. പക്ഷേ വളരെ ബുദ്ധിമുട്ടിച്ച് ക്ഷമ ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടി ഇത്ര വിജയിപ്പിച്ച നമ്മുടെ ബഹുമാന്യനായ ഖതീബ് ഉസ്താദ് നസീർ ഹസാരി, അള്ളാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ ഈ കമ്മിറ്റിക്കാരൊക്കെ അവർക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ബംബ്രാൻ ഉസ്താദ് നസീർ ഹസാരി ഉസ്താദിനെ ഒരു ഷാളണിയിച്ചുകൊണ്ട് ആദരിക്കുകയാണ്. അതിന് ബഹുമാനപ്പെട്ട നസീർ ഹസാരി ഉസ്താദിനെയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബംബ്രാൻ ഉസ്താദിനെയും വളരെ ബഹുമാനത്തോടു കൂടി ക്ഷണിക്കുന്നു. അതേപോലെ നമ്മുടെ ഈ പരിപാടി പ്രഖ്യാപിച്ചത് മുതൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല നിലക്ക് പ്രവർത്തിച്ച നമ്മുടെ ഈ സ്വാഗത സംഘത്തിൻ്റെ കൺവീനർ ബഹുമാനപ്പെട്ട ഖലീൽ അർഷദി ഉസ്താദ്, അൽഹംദുലില്ലാഹ് നമ്മുടെ പരിപാടിയുടെ വിജയമെന്ന് പറയുന്നത് നമ്മൾ ക്ഷണിച്ച എല്ലാ ഉസ്താദന്മാർ, നേതാക്കളും സാദാത്യങ്ങളൊക്കെ കൃത്യസമയത്ത് എത്തി എന്നുള്ള 100% വിജയം. അതിന് വളരെ നല്ല നിലയ്ക്ക് ശ്രമിച്ച ബഹുമാനപ്പെട്ട ഖലീൽ അർഷദി ഉസ്താദ് അവരുടെ ബഹുമാനപ്പെട്ട ബംബ്രാൻ ഉസ്താദ് ഷാളണിയിച്ച് ആദരിക്കുന്നു. വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. അതേപോലെ നമ്മുടെ ഈ പരിപാടിക്കും ജമാഅത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ ജമാഅത്തിൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറി സിദ്ദീഖ് സാഹിബ്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സിദ്ദീഖ് സാഹിബ് വളരെ ആവേശമാണ്. കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഏത് പരിപാടിയിലും ഇത്ര സുന്ദരമായ രൂപത്തിൽ ഇവിടെ വാഗ്ദാനം ചെയ്ത 50 റുപ്പിക പോലും അത് എഴുതുകയും അപ്പം തന്നെ റിസിപ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വളരെ കൃത്യതയുള്ള ചാർട്ടേഡ് അക്കൗണ്ടും കൂടിയായി അല്ലാഹു സുബ്ഹാനഹു തആല ഇതിലൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. ഷാളണിയിച്ചുകൊണ്ട് ആദരിക്കുകയാണ്. ബിബറക്കത്തി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതേപോലെ നമ്മുടെ ജമാഅത്തിൻ്റെ അഭിവേന്ദ്യനായ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട PC ഇബ്രായിച്ച എന്ന് പറഞ്ഞെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ആവേശമാണ്. നമ്മുടെ ഈ പരിപാടിയുടെ വിജയം ഇബ്രായിച്ച എന്ന മാത്രമല്ല, ആ വീട്ടിൻ്റെ എല്ലാ ആളുകളും SKSF സമസ്ത എന്ന് പറഞ്ഞാൽ ആവേശമാണ്. ബഹുമാനപ്പെട്ട BC ഇബ്രാഹിം ചായ, അതേപോലെ എല്ലാ ബാല്യക്കാരും ഓരോരുത്തരെ ആദരിക്കേണ്ട ആളുകൾ തന്നെയാണ്. ഓരോ ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. ബിബറക്കത്തി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതേപോലെ ഒരുപാട് ആളുകളുണ്ട് ഇതിന് വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ. അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട സംസു ഇന്ദുമൂലെ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും അകത്തേക്ക് വന്ന് ഇരിക്കുക, ഈ സീറ്റിലിരിക്കുക. ഈ ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ നിങ്ങൾക്ക് ചീർണിയൊക്കെ നൽകും. ഒരു മബ്റൂക്കായ സദസ്സാണ്. ബംബ്രാൻ ഉസ്താദ് പറഞ്ഞതുപോലെ 12 മണിക്ക് ശേഷമുള്ള ആ പ്രാർത്ഥന എന്തുകൊണ്ടും ഇജാബത്തിന് അർഹമായ ഒരു സദസ്സാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകരോട്, അതിൻ്റെ മെമ്പർമാരോട് ഇൻഷാ അല്ലാഹ് നാളെ മഗ്രിബിൻ്റെ ശേഷം ശംസുലുലമ യൂത്ത് വിങ്ങിൻ്റെ ജനറൽ ബോഡി മദ്രസയിൽ വെച്ച് ചേരുന്നു. എല്ലാ ആളുകളും അതിൽ സംബന്ധിക്കണമെന്ന് ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശംസുലുലമ യൂത്ത് വിങ്ങിൻ്റെ എല്ലാ പ്രവർത്തകരും നാളെ മദ്രസയിൽ എത്തണമെന്ന് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ച, ഇപ്പോൾ സമ്മാനിക്കുന്നെങ്കിൽ കുറേ ബാല്യക്കാരുണ്ട്. പ്രത്യേകിച്ചിട്ടും രാത്രി ഉറക്കില്ലാതെ ഒരാഴ്ചകളോളായി
കസാല കൊണ്ടുവരാനും പിടിക്കാനും കെട്ടാനും ലൈറ്റിങ്സും. ചിലരൊക്കെ ബാല്യക്കാർ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഈ ലൈറ്റിങ്സും മറ്റുമൊക്കെ ചെയ്തിട്ടുള്ളത്. അവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് 5 ലക്ഷവും 2 ലക്ഷവും സിമെൻറ്റും എല്ലാം ഒരുപാട് വാഗ്ദാനം ചെയ്ത അരിയും ഇറച്ചിയും നമ്മുടെ ഈ കൊല്ലത്തോളം മുന്നേ വാഗ്ദാനം ചെയ്യലാണ്. ഇന്നും അടുത്ത കൊല്ലത്തേക്ക് ഒരാൾ 5 കിലോ മാംസം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഉസ്താദ്. അടുത്ത കൊല്ലത്തേക്ക് ഇൻഷാ അല്ലാഹ് അത് വാഗ്ദാനം ചെയ്തവർ ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച നമുക്ക് ആക്കാൻ സമയം വൈകിയത് കൊണ്ട് അങ്ങനെ ഇറച്ചിയും അരിയും സാധനവും പല നിലക്കും വാഗ്ദാനം ചെയ്തവർ, ഭക്ഷണം ഉസ്താദുമാർക്ക് ഭക്ഷണ വ്യവസ്ഥ ചെയ്തവർ, അതുപോലെ തന്നെ ഓരോ ഉസ്താദുമാരെ ഏറ്റെടുത്തിട്ട് ആദ്യം തന്നെ നമ്മുടെ ഈ കാര്യത്തിന് ഏറ്റെടുത്ത ഓരോ ആൾക്കാരുണ്ട്. ഞാൻ ഇതൊക്കെ എല്ലാവരും ഏറ്റെടുത്ത പരിപാടി ഉണ്ടാക്കിയത്. അവർക്ക് വേണ്ടി കുറേ ചീറ്റുകൾ വന്നിട്ടുണ്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ ശംസുല്ലമ യൂത്ത് വിങ്ങിൻ്റെ യുവാക്കൾ, ഇവിടുത്തെ ഹിരിയ കിരിയ ഉമ്മ പെങ്ങന്മാർ എല്ലാവർക്കും വേണ്ടിയിട്ടും ഉസ്താദ് അവർ ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മളെല്ലാം ഈ പ്രവർത്തനങ്ങൾ വിജയിപ്പിച്ച് തരുമാറാവട്ടെ. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ അവസാനത്തിൽ ബഹുമാനപ്പെട്ട ബമറാൻ ഉസ്താദ്, ഞാൻ ആദ്യം ആഗ്രഹിച്ചിരുന്നു അവസാനത്തിൽ ദുആത്തിന് മൂപ്പർ കിട്ടിയാൽ വലിയ ഖൈറാണ്. അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഒരു ആശംസ പ്രസംഗത്തിന് ക്ഷണിച്ചതെങ്കിലും നമ്മുടെ വളരെയധികം നമ്മൾ ആക്കേണ്ട അപേക്ഷിച്ചപ്പോൾ വളരെ നല്ല ഹൃദയത്തോടു കൂടി സ്വീകരിച്ച് നമ്മുടെയൊക്കെ സഹകരിച്ചു. അല്ലാഹു തആല ഇതിന് നിമിത്തമായ ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദിന് ഇനിയും ഒരുപാട് കാലം സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ മുഷാവറ മെമ്പറായിക്കൊണ്ട് ഈ ദീനിനും ഈ സമൂഹത്തിന് നേതൃത്വം വഹിക്കാൻ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് അല്ലാഹു തആല നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ സീറിന് റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ കഴിഞ്ഞ ഉടനെ സീറിന് കൊടുക്കും. ആരും മിസ്സാവാതെ പോകണം. പിന്നെ നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾ ഗുഡ് ന്യൂസ്, നാളെ ഇൻഷാ അല്ലാഹ് രാവിലെ മദ്രസ ലീവായിരിക്കുന്നതാണെന്ന് അറിയിച്ചു കൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ മുസാഫത്ത് ചെയ്ത് കയ്യിലുള്ളത് വല്ലതും കൊടുത്ത് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു തആല തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അബൂ ജനഫ്രിയ എന്ന ആൾ ഒരു 5 ചാക്ക് സിമെൻറ്റ് കൂടി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ഖൈറും ബറക്കത്തും അല്ലാഹു നൽകട്ടെ. എല്ലാ ആളുകളും ബഹുമാനപ്പെട്ട ശൈഖുന ബംബറാന ഉസ്താദ് അവരുടെ മുസാഫഹത്ത് ചെയ്യും. ഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ആ കസാരയിൽ തന്നെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കുള്ള ചീർണിയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട വോളണ്ടിയേഴ്സ് അവിടേക്ക് തന്നെ എത്തിക്കും. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയാം. അള്ളാഹു കബൂൽ ചെയ്യുന്ന ഏറ്റവും മബ്റൂക്കായ ഒരു സദസ്സാണ്. ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ
محمد صلى الله عليه وسلم صلى الله على 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 محمد صلى الله عليه وسلم ഇൻഷാല്ലാഹ് എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ശൈഖുനാ ബംബ്രാന ഉസ്താദ് ദുആ ചെയ്യുന്നു. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നൊക്കെ ചീരണിക്ക് വേണ്ടി അരി തന്ന ആളുകൾ, ഇറച്ചി തന്ന ആളുകൾ ഓരോന്നും സംഭാവനയായി നൽകിയതാണ്. ഇന്നത്തെ അരിയൊക്കെ ബഹുമാനപ്പെട്ട ഹിറ അബ്ദുൽ ഖാദർ ഹാജി അവറുകളാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ ഓരോ ആളുകളും ഇറച്ചിയൊക്കെ നൽകിയ ആളുകളുടെ എല്ലാം കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ബംബ്രാന ഉസ്താദ് ദുആ ചെയ്യുന്നു. റസാഖ് രഞ്ജ സുപാരി 5000 റഹ്മാനായ റബ്ബിനെ സ്വീകരിക്കണേ അല്ല, സന്തോഷത്തിലാക്കണേ അല്ല, കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. ഇറച്ചും അരിയും ഒക്കെ തന്ന് സഹായിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ല. പിന്നെ യൂത്ത് വിങ്ങിൻ്റെ ചെറുപ്പക്കാർ അവർക്കും മുന്നിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ല. പിന്നെ ഒരുപാട് ആൾ ഇവിടെ 500, 1000, 100, 200 പല നിലക്കും സംഭാവന ചെയ്തിട്ടുണ്ട്. എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. أرحم الراحمين يا الله. നാം പാവങ്ങളാണ് റബ്ബേ, ദോഷികളാണല്ല. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു പോയ നിന്റെ അടിമകളാണ് റബ്ബേ. ദോഷങ്ങൾ ചെയ്ത കൈകൾ ഉയർത്തി നിന്നോട് ചോദിക്കാൻ ഒരിക്കലും നാം തരപ്പെട്ടവരല്ല. എങ്കിലും നീ റഹ്മാനാണ് അല്ലാ, നീ റഹീമാണ് അല്ലാ, നീ ഗഫൂറാണ് അല്ലാ, നീ ഗഫാറാണ് അല്ലാ, നീ ലത്തീഫാണ് അല്ലാ, നീ റഊഫാണ് അല്ലാ, നീ വദൂദാണ് അല്ലാ, നീ ദുൽ ജലാലി വൽ ഇക്റാമാണ് അല്ലാ. ഉത്തരം ചെയ്യാൻ തരപ്പെട്ടവനാണ് റബ്ബേ. പടച്ചവനെ, നമ്മുടെ ദുആനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. നീ തട്ടിക്കളയല്ല അല്ലാ. വ്യാഴാഴ്ച രാത്രിയാണ് റബ്ബേ, നമ്മുടെ ദുആനെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങൾ,
നമ്മുടെ സഹോദര സഹോദരിമാർ, നമുക്ക് ഭക്ഷണം തന്നവർ, നമ്മെ സ്നേഹിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, പടച്ചവനെ ഇവിടെ പല നിരക്കുള്ള സംഭാവനകൾ ചെയ്തവർ, മദ്രസ എന്ന ഇൽമിൻ്റെ കേന്ദ്രത്തിന് കെട്ടിടത്തിന് വേണ്ടി സംഭാവന ചെയ്തവർ, ചെറുതും വലുതുമായ സംഭാവനകൾ ചെയ്തവർ, അതേപോലെ അരിയും ഇറച്ചും മറ്റ് സാധനങ്ങൾ തന്നവർ, തടി കൊണ്ടും മുതലുകൊണ്ടും വാക്കുകൊണ്ട് ഈ സംരംഭത്തിന് വേണ്ടി അധ്വാനിച്ച കഷ്ടപ്പെട്ടവർ, ഇവിടുത്തെ ഖതീബ് ഉസ്താദ്, സദർ ഉസ്താദ്, മുഅല്ലിമീങ്ങൾ, ബാങ്ക് കൊടുക്കുന്ന ആള്, പടച്ചവനെ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ഉസ്താദുമാർ, ഇവിടുത്തെ ജമാഅത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, കമ്മിറ്റി ഭാരവാഹികൾ, ഈ ജമാഅത്തിൻ്റെ പ്രമുഖ വ്യക്തികൾ, ഈ ജമാഅത്തിൻ്റെ ആണുങ്ങൾ, പെണ്ണുങ്ങൾ, യുവാക്കൾ, യുവതികൾ, കുട്ടികൾ, വയസ്സന്മാർ, എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാ. നമുക്കും അവർക്കും നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും സന്തോഷവും റാഹത്തും ഇസ്സത്തും അഭിമാനവും ദൗലത്തും ഖൈറും ബറകത്തും നൽകണേ അല്ലാ. അല്ലാഹുമ്മ യാ മൻ ബിഫളിഹി നസ്അലുക ഇലാഹനാ العجل الإجابة يا من نجاب نوحا في قومه ويا من نصر إبراهيم على أعدائه ويا من رد يوسف على يعقوب ويا من كشف ضر أيوب ويا من نجاب دعوة زكريا ويا من قبل تسبيح يونس بن متى نسألك اللهم بأسرار أصحاب هذه الدعوات المستجابات أن تتقبل ما به دعوناك وأن تعطينا ما سألناك وأنجز لنا وعدك الذي وعدته لعبادك الصالحين المؤمنين لا إله إلا أنت سبحانك إني كنت من الظالمين ولا حول ولا قوة إلا بالله العلي العظيم فاستجب دعاءنا يا الله فاستجب دعاءنا يا الله فاستجب دعاءنا يا الله أرحم الراحمين يا الله നമ്മിൽ ഒരുപാട് രോഗികളുണ്ട് അല്ലാഹ്. നമുക്ക് പല ജാതി രോഗമുണ്ട് റബ്ബേ. ഹാർട്ട് രോഗമുള്ളവർ, കിഡ്നി രോഗമുള്ളവർ, ഷുഗർ ബാധിച്ചവരുണ്ട് റബ്ബേ. പല ജാതി രോഗങ്ങളും മാരകമായ രോഗം പിടികൂടിയവരുണ്ട് റബ്ബേ. നീ എല്ലാം ശിഫയാക്കി തരണേ റഹ്മാനേ. ഞങ്ങൾ നല്ലവരല്ല എങ്കിലും റബ്ബേ നീ റഹ്മാനും റഹീമുമാണല്ലാ, ഗഫൂറും ഗഫാറാണുമല്ലാ. പടച്ചവനെ നിന്റെ റഹ്മത്ത് വിശാലമാണ് റബ്ബേ. നമ്മിൽ എത്രയോ പേർ മാരകമായ രോഗം പിടികൂടി രോഗശമനത്തിന് വേണ്ടി കയ്യിലുള്ള മുതലുകൾ ചിലവഴിച്ച് വീടും പറമ്പും വിറ്റ് സർവ ഹോസ്പിറ്റലുകളിലും ഇറങ്ങിക്കയറി നടന്നിട്ടും ഒരു ശമനവും ലഭിക്കാതെ അവർ നിരാശയിലാണ് അല്ലാഹ്. നീ അവരെ നിരാശയിലാക്കല്ല റബ്ബേ, നീ ശിഫയാക്കണേ റഹ്മാനെ.
അല്ലാ നമുക്ക് കുറേ കാലം നിന്റെ ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യാൻ ആശയുണ്ട് റബ്ബേ, ആഗ്രഹമുണ്ട് റബ്ബേ. ദർസ് നടത്താൻ കൊതിയുണ്ട് റബ്ബേ, നിന്റെ പള്ളിൻ്റെ ഖിദ്മത്ത് ചെയ്യാൻ കൊതിയുണ്ട് റബ്ബേ, നിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ ആശയുണ്ട് അല്ലാ. നമ്മുടെ ആയുസ്സിനെ നീളമാക്കി തരണേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കല്ലാ, പെട്ടെന്ന് നമ്മെ മരിപ്പിക്കല്ല അല്ലാ. നമ്മുടെ മക്കളുടെ പേരക്കുട്ടികളുടെ സന്തോഷ ജീവിതത്തിൽ കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നമുക്ക് താങ്ങാനാകാത്തത് കൊണ്ട് നമ്മെ നീ പരീക്ഷിക്കല്ല അല്ലാ. നിന്റെ പരീക്ഷണത്തിൻ്റെ മുമ്പിൽ വിജയിക്കാനുള്ള ഈമാന് നമുക്കില്ല റബ്ബേ. നിന്റെ പരീക്ഷണത്തിൻ്റെ മുമ്പിൽ വിജയിക്കാനുള്ള കെട്ടറപ്പുള്ള ഈമാനും തഖ്വയും നമുക്കില്ല അല്ലാ. നമുക്ക് താങ്ങാനാകാത്തത് കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. നമ്മുടെ മക്കളെ കൊണ്ട് നമ്മെ നീ പരീക്ഷിക്കല്ല. നമ്മുടെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ല. വിവാഹം ചെയ്തു കൊടുത്ത നമ്മുടെ പെണ്ണുമക്കൾക്ക് സന്തോഷത്തിൻ്റെ ജീവിതം നൽകണേ അല്ലാ. ആണുമക്കൾക്ക് സ്വാലിഹാത്തുകളായ ഭാര്യമാരെ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. വിവാഹം ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ പെണ്ണുമക്കൾ പ്രസവിക്കാതെ നിങ്ങളുടെ ബേജാറിലാണ്. എത്രയോ പേര് ബേജാറിലുണ്ട് റബ്ബേ. ഈ മജ്‌ലിസിൻ്റെ ബർക്കത്ത് കൊണ്ടവർക്ക് മക്കളെ നൽകണേ റഹ്മാനെ, മക്കളെ നൽകണേ അല്ലാ. اللهم أنت الأول ليس قبلك شيء، اللهم أنت الآخر ليس بعدك شيء، اللهم أنت الظاهر ليس فوقك شيء، اللهم أنت الباطن ليس دونك شيء، لا إله إلا أنت سبحانك إني كنت من الظالمين. ولا حول ولا قوة إلا بالله العلي العظيم. فاستجب دعاءنا يا الله. പടച്ചവനെ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ല, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ല. കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങളെ തീർക്കാനുള്ള മുതൽ കൊടുക്കണേ റബ്ബേ. നമ്മുടെ മക്കളെ നീ ആരെങ്കിലും മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കുന്ന യാചകന്മാരാക്കല്ല റബ്ബേ. നമ്മുടെ മക്കൾക്ക് നീ ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഈ നാട്ടിൽ ഇതുവരേക്കും വഅദിന് വന്നിരുന്ന് സദസ്സ് ഭംഗിയാക്കി തന്ന് ഇത്ര വലിയ സംഭാവനകളൊക്കെ ചെയ്തവരും ഇവിടെ കൂടിയവരും തരാനില്ലാത്തവരും എല്ലാവരെയും നീ ഖൈറിലും ബർക്കത്തിലും സന്തോഷത്തിലാക്കണേ അല്ലാ. എല്ലാവരുടെ കച്ചവടങ്ങളിലും അവരുടെ മക്കളുടെ കച്ചവടങ്ങളിലും ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഗർഭിണികളായ പെണ്ണുങ്ങൾ വയലിന് വന്ന കൂട്ടത്തിലുണ്ടാകാം. അല്ലാ, നീ അവർക്ക് സുഖപ്രസവം നൽകണേ അല്ലാ, സുഖപ്രസവം നൽകണേ അല്ലാ. ഇത്രയും സമയം ഇവിടെ ഇരുന്ന് വയല് കേട്ട, ഈ സദസ്സിൽ വന്നിരുന്ന അച്ചടക്കത്തോടു കൂടെ ഇരുന്ന പ്രായമുള്ള പെണ്ണുങ്ങളുണ്ടാകും, ആയുസ്സിനെ നീളമാക്കണേ അല്ലാ. രോഗം പിടിപ്പെട്ടവരുണ്ടാകും, ശിഫയാക്കണേ അല്ല. പ്രായമെത്തിയ പെണ്ണുമക്കളുണ്ടാകും, അനുയോജ്യമായ ഭർത്താക്കന്മാരെ നൽകണേ അല്ല. പടച്ചവനെ, ലോക മുസ്ലിമീങ്ങളെ കാക്കണേ അല്ല. ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെ ഇസ്സത്തിനെ നിലനിർത്തണേ അല്ല. മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായ ഭരണം ഈ ലോകത്ത് നീ സ്ഥാപിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഹജ്ജും ഉംറയും പലതവണ നിർവഹിക്കാൻ
നമുക്കും നമ്മുടെ മക്കൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നമ്മുടെ ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബ്നാ വഇലൈക്കൽ മസീർ. റബ്ബേ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ നീ സ്വർഗഭവനമാക്കണേ അല്ലാ. അവർക്ക് നീ മഗ്ഫിറത്തും റഹമത്തും നൽകണേ അല്ലാ. പടച്ചവനെ, അവരെ സ്വർഗത്തിൻ്റെ അരികാരിൽ പെടുത്തണേ അല്ലാ. മരണസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് സ്വർഗം കണ്ട് ഹൂറുല്ലിങ്ങളെ കണ്ട് ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് നീ നൽകണേ റഹ്മാനെ. സംഭാവന ചെയ്തവർക്ക് കണക്കില്ലാത്ത മുതൽ നീ കൊടുക്കണേ റഹ്മാനെ. നമ്മയും അവരെയും പറയപ്പെട്ട എല്ലാവരെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ മന്നാനേ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله. الحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ 3 ദിവസത്തെ അനുസ്മരണ മഹാസമ്മേളനം ഇവിടെ സമാപിക്കുകയാണ്. സഹകരിച്ച സഹായിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ 3 ദിവസത്തിൽ പ്രിയങ്കരായ വാലിൻ്റെ ഉസ്താദന്മാർ, ബഹുമാനപ്പെട്ട സയ്യിദന്മാർ ഓരോരുത്തരും ഏറ്റെടുത്ത് ഞങ്ങളവർക്ക് വേണ്ടുന്നത് കൊടുത്തോളാം എന്ന് പറഞ്ഞ ഒരുപാട് നാളിലെ നല്ലവരായ പ്രിയപ്പെട്ട സ്വാഗത സമിതിയിലെ അംഗങ്ങളുണ്ട്. അതുപോലെ ലൈറ്റ് സൗണ്ട് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ പ്രിയങ്കരനായ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട ഇന്നത്തെ ചെലവ് ബഹുമാനായ ഹിറ അബ്ദുൽ ഖാദിർ ഹാജി, അങ്ങനെ തുടങ്ങി ഓരോന്നും ഏറ്റെടുത്ത നോട്ടീസ് മുതൽ അനൗൺസ് മുതൽ എല്ലാം ഏറ്റെടുത്ത പ്രിയങ്കരനായ സ്വാഗത സമിതി അംഗങ്ങൾ, പ്രചരണത്തിന് ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ യുവാക്കൾ, ബഹുമാനായ ശംസുദ്ദീൻ ഇന്ദുമൂല, ഷരീഫ്, അങ്ങനെ ഷരീഫ് അർഷദി ഉസ്താദ്, അതുപോലെ നവാസ്, അങ്ങനെ തുടങ്ങി ഒരുപാട് നൗഫൽ, തുടങ്ങിയ ഈ ബഹുമാനായ ഉമർ ഇന്ദുമൂല, അങ്ങനെയുള്ള പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ, അതുപോലെ 3 ദിവസങ്ങളിലും കൗണ്ടറിൽ ഇരുന്ന് വേണ്ടുന്ന രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ച ബഹുമാനായ ജനറൽ സെക്രട്ടറി, അതുപോലെ സിദ്ദീഖ് ച, ബഹുമാനായ ഇബ്രാഹിം കുക്കാജ്, അങ്ങനെ തുടങ്ങിയ ഓരോരുത്തർക്കും ഇതിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത ശംസുദ്ദീൻ BC ശംസുദ്ദീൻ, അതുപോലെ പതടുക്ക, അങ്ങനെ തുടങ്ങി ഓരോരുത്തർക്കും എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന ദുആയോടെ ഓരോരുത്തരെയും നന്ദി രേഖപ്പെടുത്തുന്നു. ലൈവ് ചെയ്തു തന്ന DRSN മീഡിയ, ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത ഒരുപാട് ആളുകളുണ്ട്. ഓർമ്മയുള്ളതും ഓർമ്മയില്ലാത്തതുമായ ഒരുപാട് ആളുകൾ. ഇത് കസേര കാര്യങ്ങൾ ബന്ധപ്പെട്ട സ്റ്റേജ് ഒക്കെ ചെയ്തു തന്ന ഇബ്രാഹിം കുക്കാജ്, അങ്ങനെ തുടങ്ങിയ ഓരോരുത്തർ ഏറ്റെടുത്ത എല്ലാവർക്കും അതുപോലെ 3 ദിവസങ്ങളിൽ നന്നായി നമുക്ക് വേണ്ടുന്ന പോലെ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന പ്രഗതി സൗസുല്യ, എല്ലാവരെയും അഭിനന്ദിക്കലോടുകൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.